പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവുമായി നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ശോഭൻ രാജ് തിരുവനന്തപുരത്ത് നിന്നും നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസിലെ ജീവിതത്തിലെ നല്ല ഓർമ്മകൾ, നല്ല അനുഭവങ്ങൾ, കർത്താവിനെ അറിയുവാനിടയായി തരുന്ന കർത്താവിന്റെ വേലയിൽ താൻ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിധങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുവാൻ നമ്മോടൊപ്പം കടന്നു വരുമ്പോൾ നമുക്ക് ഏവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ശോഭൻ രാജ് അവരുടെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്റേ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ പാസ്റ്റർ? വീട്ടിൽ ആരൊക്കെയുണ്ട്? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? എന്ത് ചെയ്യുന്നു? ഒന്ന് പറയാമോ? പ്രൈസ് ലോർഡ് പാസ്റ്റർ. അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനും പാസ്റ്റർ ഡാനിയൽ ജോണിനോടുള്ള കടപ്പാടും സ്നേഹത്തെയും അറിയിക്കുന്നു. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് നെടുമങ്ങാട് ചുള്ളിമാനൂർ എന്ന സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കർത്താവിന്റെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. തുടർന്ന് കർത്താവിന്റെ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ബാല്യകാലം, വിദ്യാഭ്യാസം, തുടർമാനമായി കർത്താവിന്റെ ദാസൻ പറയുവാൻ ആഗ്രഹിക്കുന്ന, പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ദൈവനാമ മഹത്വത്തിനുള്ള കാര്യങ്ങൾ സംസാരിക്കാം. പ്രൈസ് ലോർഡ്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ എന്റെ പേര് പാസ്റ്റർ ശോഭൻ രാജ് എന്നാണ്. വൈഫും 3 കുഞ്ഞുങ്ങളും കർത്താവിന്റെ പേരോടുള്ള ബന്ധത്തിൽ എന്നോടൊപ്പം ആയിരിക്കുന്നു. മൂത്ത മകൾ ഫേബ ശോഭൻ രാജ് വിവാഹിതയായി ചാലക്കുടിയിൽ ഒരു കുടുംബമായിട്ടായിരിക്കുന്നു. ഒരു കൊച്ചു മകനും കൂടി ഉണ്ട്, 1 വയസ്സ് പൂർത്തീകരിക്കപ്പെട്ടു. രണ്ടാമത്തത് മോനാണ് ഫെയ്ത്ത് ശോഭൻ രാജ്. ഇപ്പോൾ ഡിഗ്രി പഠനം കഴിഞ്ഞ ശേഷം കർത്താവിന്റെ വേലയിൽ എന്നോടൊപ്പം ഒരുമിച്ചായിരിക്കുന്നു. ഇളയാള് മോള്, അവള് ഡിഗ്രി ഡൽഹിയിൽ നിന്ന് പഠിച്ചുകൊണ്ടായിരിക്കും. മാതാപിതാക്കൾ ഉണ്ട്. അവര് അരുവിക്കര എന്ന സ്ഥലത്താണ് അവര് താമസിക്കുന്നത്. എന്റെ ബാല്യകാലം പറയുവാണെങ്കിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണെങ്കിലും എന്റെ മാതാവ് ഒരു ഹൈന്ദവ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ് അമ്മയായിരുന്നത്. തുടർന്ന് ക്രിസ്തുവിലേക്ക് അടുത്തു വരുവാൻ എന്റെ മാതാവ് ഹൈന്ദവ വിശ്വാസത്തിനകത്തായിരിക്കുമ്പോൾ തന്നെ യേശുവിനെ വളരെ സ്നേഹിക്കുകയും കർത്താവിന്റെ നാമത്തിന് വേണ്ടിയിട്ട് വളരെ തീവ്രമായിട്ട് പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള ചിന്തയുള്ള ഒരു മാതാവായിരുന്നു എന്റെ മാതാവ്. ആ പ്രത്യേക സമയത്ത് അമ്മ കേട്ട മെസ്സേജുകൾ, പല ഭാഗത്തു നിന്ന് അമ്മ മെസ്സേജുകൾ കേൾക്കാറുണ്ട്. ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുക്കലൊക്കെ ആയിട്ട് വരുന്ന ദൈവദാസന്മാരുടെയൊക്കെ പ്രസംഗങ്ങൾ എൻ്റെ അമ്മ കേൾക്കുമായിരുന്നു. ആ പ്രസംഗം ഒരു പ്രാവശ്യം കേട്ട സമയത്ത് ദൈവത്തിന് ഏറ്റവും നല്ലത്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, ഊനമില്ലാത്തത്, കുറവില്ലാത്തത് ദൈവത്തിന് കൊടുക്കണം എന്നുള്ള ഒരു മെസ്സേജ് എൻ്റെ അമ്മ കേട്ടു എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അമ്മയുടെ കയ്യിൽ ദൈവത്തിന് കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് കോഴിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആടുമാടുകളോ ഒന്നും ഇല്ലായിരുന്നു. അമ്മ പ്രഗ്നന്റ് ആയിരുന്നു, ഗർഭിണിയായിരുന്നു. ആ സമയത്ത് അമ്മ വയറ്റിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഊനമില്ലാത്തൊരു കുഞ്ഞ് ദൈവം തരികയാണെങ്കിൽ, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഊനമില്ലാത്തൊരു കുഞ്ഞിനെ ദൈവം തരുവാണെങ്കിൽ അതിനെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറയാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ ദൈവകൃപയാൽ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചത് ഞാനായിരുന്നു. വളർന്നു വന്നപ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നെ നേർന്നിരിക്കുന്നതെന്നും ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് വളരണമെന്നൊക്കെ എൻ്റെ അമ്മ എന്നെ കൊച്ചുനാൾ മുതൽ പറയുവാൻ. അപ്പൊ ഞാൻ ആ സമയത്തൊക്കെ വളർന്നു വരുന്ന സമയത്ത് കാണുന്ന ദൈവദാസന്മാര് ജുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ വീട് തോറും കയറി ഇറങ്ങുന്ന ദൈവദാസന്മാരെയാണ് അന്ന് ഞാൻ കാണുന്നത്. പല പ്രാവശ്യം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, എന്തിനാ എന്നെ കൊല്ലാനായിട്ടാണോ ഇങ്ങനെ നേർന്നു വിട്ടത്? ഡോക്ടറാക്കാൻ മേലായിരുന്നോ, എഞ്ചിനീയറാക്കാൻ അമ്മയ്ക്ക് നേരെ മേലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മയെ ഞാൻ ഒത്തിരി കുഞ്ഞുനാൾ മുതൽ വേദനിപ്പിക്കുമായിരുന്നു. അപ്പോഴെല്ലാം അമ്മ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ ഒരു ഹൈന്ദവ സ്ത്രീ ആയിരുന്നപ്പോൾ ഞാൻ കേട്ട ഒരു മെസ്സേജ് ആണ്, ദൈവത്തിന് കൊടുക്കുന്നത് ഊനമില്ലാത്തതായിരിക്കണം, ദൈവത്തിന് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കണം. അപ്പൊ എന്റെ കയ്യിൽ മറ്റൊന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ ഉദരത്തിൽ കൈവച്ച് നിന്നെ നേർന്നുപോയി. അത് എന്റെ അബദ്ധമാണോ ഇനി എന്റെ തീരുമാനമാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങ് നേർന്നുപോയി, നീ അങ്ങനെ തന്നെ വളരണമെന്ന് എപ്പോഴും കുഞ്ഞുനാൾ മുതലേ അമ്മ എന്നോട് പറയുമായിരുന്നു. പക്ഷെ എനിക്ക് ആ സമയങ്ങളിലൊന്നും ദൈവവേലയുമായിട്ടുള്ള ഒരു ദർശനമോ ദൈവവേലയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടോ ഒന്നും കുഞ്ഞുനാളില് എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ എപ്പോഴും ഞാൻ അമ്മയോട് തർക്കിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അമ്മയെ ഒത്തിരി ഞാൻ വേദനിപ്പിക്കുമായിരുന്നു കുഞ്ഞുനാളില്. എന്റെ പഠനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, ദൈവത്തിന് വേണ്ടി നീ വളരണം, ദൈവത്തിന് വേണ്ടി ജീവിക്കണം,
ദൈവരാജ്യത്തിന് വേണ്ടി നീ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എന്നെ കുഞ്ഞുനാളിലെ ഉപദേശിക്കുവാൻ. അപ്പൊ അതൊന്നും ഞാൻ ഇങ്ങനെ വകവയ്ക്കാതെ വളർന്നുകൊണ്ടേയിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് ITA പഠനത്തിലേക്ക് ഞാൻ നീങ്ങുമ്പോൾ വളരെ ലോകപ്രകാരം എൻ്റെ കൂട്ടുകെട്ടിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്കൊക്കെ ഞാൻ കുഞ്ഞുനാൾ പ്രായം മുതൽ ഞാൻ ഇങ്ങനെ ഇടപെടാൻ തുടങ്ങി. ആ സമയത്തെല്ലാം അമ്മ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഞാൻ അവന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നേർന്നതാണ്, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ അവനെ സമർപ്പിച്ചിരിക്കുവാണ്, അതുകൊണ്ട് നീ അവനെ കൊണ്ടുവരണേ എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞാൻ കേൾക്കാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കൂട്ടുകാരോടൊപ്പം പലയിടങ്ങളിലൊക്കെ പോയി വീട്ടിൽ താമസിച്ചെത്തുമ്പോൾ ഒരു പ്രാർത്ഥന എപ്പോഴും അമ്മയുടെ മുറിയിൽ നിന്ന് കേൾക്കാം, അവന് യേശുവിന്റെ വേലയ്ക്ക് വേണ്ടി കൊണ്ടുവരണേ. ഞാൻ ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ അമ്മയോട് ഞാൻ വളരെ ദേഷ്യപ്പെട്ട് ചോദിക്കുമായിരുന്നു, എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അമ്മയ്ക്ക് ആ സമയത്ത് എനിക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി തരാൻ മേലായിരുന്നു, എന്നെ നന്നായിട്ട് നോക്കാൻ മേലായിരുന്നു, എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ സമയമെടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് ഞാൻ അമ്മയെ ഒത്തിരി വേദനിപ്പിക്കുമായിരുന്നു. ആ സമയത്തെല്ലാം മാതാവ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഞാൻ അമ്മയിൽ കണ്ടിട്ടുണ്ട്. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിനെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് എന്നെ കാണുന്ന പ്രേക്ഷകരോട്, ആരോമ TVയിലെ പ്രേക്ഷകരോട് ഞാൻ പറയാം, കരയുന്ന മാതാപിതാക്കൾ നിങ്ങളുടെ പുറകിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ആ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ള ഒരു ഉത്തമ തെളിവാണ് ഞാൻ. ആമേൻ. കാരണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ അമ്മ പ്രാർത്ഥന നിർത്തിയില്ല. എന്നെ ജനിച്ച് ഞാൻ വളർന്ന് ഞാൻ പഠിച്ച് എൻ്റെ പ്രായം 18 വയസ്സായിട്ടും അമ്മ പ്രാർത്ഥന നിർത്തിയില്ല. കാരണം അവനെ ദൈവവേലയ്ക്ക് വേണ്ടി നേർന്നിരിക്കുവാന്ന് പറഞ്ഞു തന്നെയാണ് എൻ്റെ അമ്മ പ്രാർത്ഥന തുറന്നുകൊണ്ടേയിരുന്നത്. ഞാൻ ITA പഠനത്തിൽ ഇങ്ങനെ കൂട്ടുകാരുമൊത്ത് ഇങ്ങനെ ജീവിച്ചു വരവേ പെട്ടെന്ന് ഞാനൊരു ആക്സിഡന്റിൽ പെടുവാനിടയായി തീർന്നു. അന്ന് എനിക്ക് സൈക്കിൾ ഓട്ടിക്കുന്നത് ഭയങ്കര ഹരമായി. അപ്പൊ ഞാനിങ്ങനെ വാടകയ്ക്കൊക്കെ സൈക്കിൾ എടുത്ത് ഞാനിങ്ങനെ റോട്ടിൽ കൂടെ പിള്ളേരോടൊപ്പം ഒരുമിച്ച് ഇങ്ങനെ ഭയങ്കര സ്പീഡില് ഞാനിങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചു. അപ്പൊ അത് ചുറ്റുപാടുള്ള ആൾക്കാർ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കരമടിച്ച് എന്നെ സന്തോഷിപ്പിക്കും. അപ്പൊ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ആവേശമായി. അപ്പൊ ഞാന് അമ്മ അറിയാതെ വീട്ടില് ചില്ലറ പൈസയ്ക്ക് അന്ന് ഞാൻ മോഷ്ടിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തുനിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി സൈക്കിളൊക്കെ വാടകയ്ക്ക് എടുത്ത് ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇങ്ങനെ രസിച്ചു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഒരു ആക്സിഡന്റ് എനിക്കുണ്ടായി. ആ ആക്സിഡന്റ് എൻ്റെ കാലിന് സാരമായൊരു മുറിവ് ഉണ്ടായി. എൻ്റെ ഇടതേ കാല് ഒരു കമ്പി തറച്ചകത്ത് കയറി. വീട്ടില് ഞാൻ ആ മുറിവുമായിട്ട് എത്തുമ്പോൾ എന്നെ കൊണ്ടുവന്ന ആൾക്കാരോട് പറഞ്ഞു, ഞാനിങ്ങനെ സർക്കസ് കളിച്ച് ഞാനിങ്ങനെ സൈക്കിൾ ഓവർ സ്പീഡായിട്ട് പോയി വീണതെന്ന് വീട്ടിൽ പറയരുത്, ഞാൻ കളിച്ച് ഇങ്ങനെ വീണതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി എന്നെ ആ സമയത്ത് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പൊ എൻ്റെ ഈ കാലിലെ മുറിവും രക്തമൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി പ്രയാസമായി. അവരോടൊക്കെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ അവരെന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് അത് കളിച്ച് വീണാന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും എന്നെ അവിടെ ഇട്ടേച്ചങ്ങ് പോയി. പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കാല് ഒത്തിരി കോംപ്ലിക്കേഷനായി. എന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലില് ഡോക്ടർ മൂർത്തി എന്ന് പറഞ്ഞ ഡോക്ടർ എൻ്റെ കാല് ട്രീറ്റ്മെന്റ് തുടങ്ങി. ആ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കാല് വളരെ സെപ്റ്റിക്കായി, വളരെ കോംപ്ലിക്കേഷനായി. എനിക്ക് നടക്കാൻ പറ്റാത്ത വണ്ണം കാല് പഴുക്കുകയും അതിന്റെ സ്വെല്ലിങ് കൂടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഡോക്ടർ വിധി എഴുതി, ഇനി കാല് മുറിച്ചിട്ട് അല്ലാതെ എനിക്കിനി എൻ്റെ ജീവൻ നിലനിർത്താൻ പറ്റത്തില്ലെന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് ഞാൻ കടന്നുപോയി. അപ്പൊ ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു. കാല് മുറിച്ചാലും ആർട്ടിഫിഷ്യൽ കാല് നമുക്ക് കിട്ടും, നല്ലൊരു മോനാണ്, മോന് പഠിക്കാൻ പറ്റും, മോന് ഇനിയും കാര്യങ്ങൾ ജയിക്കാനൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി ഡോക്ടർ എൻകറേജ് ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് മനസ്സിലായി, എന്തോ എൻ്റെ നല്ല പ്രായത്തിൽ എൻ്റെ കാല് മുറിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കാലായിട്ട് നടക്കാൻ പോകുന്ന ഒരു സ്റ്റേജിലേക്ക് ഞാൻ കടന്നു വരാൻ പോവുകയാണെന്നൊക്കെ ഉള്ള ഒരു ഭയം എൻ്റെ കുഞ്ഞു മനസ്സിനകത്ത് കയറാനിടയായി. ഞാൻ ആ സമയത്ത് ആ ബെഡിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ ഈ പറയപ്പെടുന്ന ഈ ദൈവത്തിന്, ഈ യേശുവിന് രോഗികളെ സൗഖ്യമാക്കാൻ കഴിയുമെന്നൊക്കെ എല്ലാവരും പറയുന്നു. അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞ് എന്നെ പഠിപ്പിക്കുന്നു. എൻ്റെ അമ്മ അങ്ങനെ പറയുന്നുണ്ട്, ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയാൽ നിന്നെ കൊണ്ടും അത് ചെയ്യിപ്പിക്കുമെന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ബെഡിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, യേശു ജീവനുള്ള ദൈവമാണെങ്കിൽ, എൻ്റെ അമ്മ പറയുന്ന പോലെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്, സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണെങ്കിൽ, എൻ്റെ കാല് മുറിച്ചു കളയാതെ എൻ്റെ കാലിനെ കർത്താവ് സൗഖ്യമാക്കുകയാണെങ്കിൽ ഞാൻ ഇനി തുടർന്ന് മറ്റ് പഠിത്തങ്ങളിൽ നിന്ന് പോകാതെ ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പോയി പഠിച്ച്
ഞാൻ ദൈവവേല ചെയ്യാം എന്ന് ആ കിടക്കയിൽ കിടന്ന് തീരുമാനമെടുക്കാനിടയായിട്ട് വന്നു. അന്ന് രാത്രി ഞാനൊരു ദർശനം കാണുവാണ്. എൻ്റെ ബെഡിന്റെ അടുക്കലായിട്ട് ഒരു വലിയ പ്രകാശം ഇങ്ങനെ ചുറ്റിമിന്നുന്നത് ഞാൻ കാണുവാനിടയായി. എൻ്റെ തലയ്ക്ക് മുകളിൽ ആ പ്രകാശം വന്ന് നിന്നിട്ട് ആ പ്രകാശത്തിന്റെ അകത്ത് ഞാനൊരു വാക്യം ഇങ്ങനെ കാണുകയാണ്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ ഇങ്ങനെ കാണുകയാണ്. നീ ബാലൻ എന്ന് പറയരുത്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനാക്കിയിരിക്കുന്നു എന്നൊക്കെയുള്ള ആ വചനം ആ ചുവരിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നത് എനിക്ക് കാണാൻ പറ്റി. ഞാൻ എൻ്റെ അടുക്കൽ വെച്ചിരുന്ന ബൈബിളിൽ ആ വാക്യം ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അതേ സെയിം വാക്യം ആ യെരമ്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ എനിക്ക് കാണാനിടയായി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ പറയപ്പെടുന്ന ദൈവത്തിന് ശക്തിയുണ്ട്. എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. കാരണം അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ദർശനം കാണത്തില്ല. അങ്ങനെ ഞാൻ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി, യേശുവിന്റെ ശക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ആ ദർശനം കണ്ട ശേഷം എൻ്റെ ശരീരത്തിന്മേൽ എന്തോ ഒരു ഭയങ്കര ആശ്വാസം എനിക്ക് കിട്ടി തുടങ്ങി. കാലിലുള്ള വേദന കുറഞ്ഞു തുടങ്ങി. പിറ്റേ ദിവസം ഓപ്പറേഷന്റെ കാര്യങ്ങൾക്കായി ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. എന്നാൽ ഡോക്ടർ മൂർത്തി പിറ്റേ ദിവസം രാവിലെ എൻ്റെ മുറിവ് അഴിച്ചു നോക്കുമ്പോൾ, ആ കാലിലെ ബാൻഡേജ് അഴിച്ചു നോക്കുമ്പോൾ അത്ഭുതകരമായി കഴിഞ്ഞ ദീർഘദിവസങ്ങളായി വളരെ സെപ്റ്റിക്കായ വളരെ പ്രയാസകരമായിരുന്ന ആ മുറിവ് ചുരുങ്ങിയിരിക്കുന്നതായിട്ട് ഉണങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാനിടയായി തീർന്നു. പെട്ടെന്ന് ഡോക്ടർ പുറത്തിറങ്ങി മാതാവിനോട് ചോദിച്ചു, നിങ്ങൾ ഏത് അമ്പലത്തിലാണ് പോയെ, ഏത് പ്രാർത്ഥനാ പുരയിലാണ് പോയെ? അമ്മ പറഞ്ഞു, ഇങ്ങനെ ദൈവത്തിന് വേണ്ടി അവനെ നേർന്നതാണ്, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു കുഞ്ഞാണ്, അവൻ എന്താ സംഭവിച്ചേ? അപ്പോൾ ഒരു ഓപ്പറേഷൻ കൂടാതെ മറ്റ് ട്രീറ്റ്മെന്റുകളിലേക്ക് പോകാതെ നമുക്ക് അവനെ സൗഖ്യമാക്കി എടുക്കാൻ പറ്റും ഒരു മിറക്കിൾ നടന്നിട്ടുണ്ടെന്ന് പറയാനിടയായി തീർന്നു. തുടർന്നുള്ള ദിവസങ്ങൾ പെട്ടെന്ന് എൻ്റെ ആ മുറിവ് ഹീലായി, സൗഖ്യമായി. പിന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ ലോകത്തിലെ ചിന്തകളും ലോകത്തിലെ ആ കാര്യങ്ങളൊന്നും അല്ല, ഞാൻ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയേ മതിയാകൂ, ദൈവവേല ചെയ്തേ മതിയാകൂ, ദൈവരാജ്യത്തിന് വേണ്ടി നിന്നേ മതിയാകൂ എന്നുള്ള ഒരു ഉത്തമ ബോധ്യം എൻ്റെ ആ കുഞ്ഞു പ്രായത്തിൽ എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ ITA പഠനം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ 18-ാമത്തെ 19-ാമത്തെ വയസ്സിൽ ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുവാനായി ഞാൻ തയ്യാറായി. അപ്പോൾ ഏത് ബൈബിൾ കോളേജിൽ പോകണമെന്ന് എനിക്കറിയത്തില്ല, എവിടെയൊക്കെ ബൈബിൾ കോളേജ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ദൈവം ഇന്നും ദൂതന്മാരെ അയക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് ആ സമയത്ത് മനസ്സിലായി. തമിഴ്നാട്ടിൽ നിന്ന് ഒരു പാസ്റ്റർ ഞങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നു. ഞങ്ങളെ വീട്ടിൽ കടന്നു വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം ഒരു പേപ്പറിൽ എറണാകുളത്തുള്ള ഒരു ബൈബിൾ കോളേജിന്റെ പേര് എഴുതി എൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തു, ഗുഡ് ന്യൂസ് ഫോർ ഏഷ്യ ബൈബിൾ കോളേജ്. അപ്പൊ ആ ബൈബിൾ കോളേജ് ഇംഗ്ലീഷ് മീഡിയം ബൈബിൾ കോളേജാണ്. എനിക്കാണെങ്കിൽ മലയാളം മാത്രമേ അറിയാവൂ, ഞാൻ പഠിച്ചത് മലയാളം സ്കൂളിലാണ്. അപ്പോ എനിക്ക് അങ്ങനെ ഒരു ഇംഗ്ലീഷ് മീഡിയം ബൈബിൾ കോളേജിൽ പോയി പഠിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ ആ ഒരു അറിവ് എനിക്കില്ല. ആ ദേവദാസൻ ഒരു പ്രായം ചെന്ന ഒരു ദേവദാസനായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ, ദൈവം വിവിധ രാജ്യങ്ങളിൽ വിവിധ പട്ടണങ്ങളിൽ ദൈവം കണ്ടിരിക്കുന്ന ഒരു അഭിഷക്തനാണ്, അതുകൊണ്ട് ആ കോളേജിൽ തന്നെ പോകാൻ ദൈവം നിനക്ക് അവസരം തരുമെന്ന് അമ്മയെടുത്ത് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോയി. ഞാൻ വിശ്വാസത്താൽ ആ ബൈബിൾ കോളേജിൽ ഇന്റർവ്യൂവിന് ഞാൻ പിന്നെ ഇടാനായിട്ട് കത്ത് എഴുതി. ഇന്റർവ്യൂ എനിക്ക് സെലക്ഷനായി. എന്നെ ഇന്റർവ്യൂ ചെയ്ത എല്ലാ സാറന്മാരും പറഞ്ഞു അവനെ കൊണ്ട് കഴിയത്തില്ല, കാരണം അവർ ചോദിച്ച ഒരു ചോദ്യങ്ങളും എനിക്ക് നേരെ ആൻസർ കൊടുക്കാൻ, ഇംഗ്ലീഷിൽ ആൻസർ കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവരുടെ ഹൃദയത്തിൽ എന്തോ എന്നെ എടുക്കണമെന്നും എന്നെ അവിടെ പഠിപ്പിക്കണമെന്നുള്ള താല്പര്യം ദൈവാത്മാവ് കൊടുത്തു. അങ്ങനെ എനിക്ക് ആ ബൈബിൾ കോളേജിൽ അഡ്മിഷൻ കിട്ടി. വളരെ പുറകിലായിരുന്നു, പക്ഷേ പരിശുദ്ധാത്മാവിനെ ഞാൻ അവിടെ വെച്ച് പ്രാപിക്കുവാൻ എന്നെ വിട്ടുകൊടുത്തു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ കരയുവാനിടയായി. കാരണം പരിശുദ്ധാത്മാവിന് ബുദ്ധി തരാൻ കഴിയും, പരിശുദ്ധാത്മാവിന് ഭാഷ തരാൻ കഴിയും, പരിശുദ്ധാത്മാവിന് ജ്ഞാനം തരാൻ കഴിയും. ഇതൊക്കെ എനിക്ക് അവിടെ നിന്ന് പഠിക്കുവാനിടയായി തീർന്നു. അപ്പൊ കുഞ്ഞുങ്ങളെല്ലാം മറ്റു കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മാറിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും, ദൈവമേ, ഈ ഭാഷ ഉണ്ടാക്കിയത് ദൈവമാണല്ലോ, സകല ഭാഷയും ഉണ്ടാക്കിയത് കർത്താവാണ്, അതുകൊണ്ട് എനിക്ക് ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കാനും വചനം പഠിക്കാനും പ്രസംഗിക്കാനും എനിക്ക് ഇംഗ്ലീഷ് ഭാഷ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ പോകുമ്പോൾ ചില സമയങ്ങളിൽ ഞാൻ ക്ലാസ്സിൽ പോകാതെ ഞാൻ ആ ബൈബിൾ കോളേജിൽ കുറച്ച് ഏക്കർ സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് റബ്ബർ മാത്രം നട്ടിരിക്കുന്ന സ്ഥലമുണ്ട്, അതിനകത്ത് കുഴിച്ചിട്ടുണ്ട്. ആ കുഴിക്കകത്തിരുന്ന് ഞാൻ ദൈവത്തോട് പകല് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ,
അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ, നിന്റെ ശക്തി എന്റെ മേൽ പകരണമേ, എന്റെ ബുദ്ധിയെ തുറക്കുമാറാകണമേ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെയും ഒരു പ്രകാശം ഇങ്ങനെ എൻ്റെ അടുക്കിലേക്ക് വരും പോലെ എനിക്ക് തോന്നി. അതിന് നിറച്ച് ഇങ്ങനെ വചനങ്ങൾ എഴുതിയിട്ട് എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ഇങ്ങനെ വന്ന് പതിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആ സമയം മുതൽ എനിക്ക് അവിടെ വച്ചിരിക്കുന്ന ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. ഇംഗ്ലീഷ് പത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ അത് വായിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവ് ആമേൻ എൻ്റെ അകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. എനിക്ക് പഠിക്കുവാൻ കഴിയും, എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുമെന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലായി. പിന്നെയുള്ള ദിവസങ്ങൾ എനിക്ക് ആ ബൈബിൾ കോളേജിൽ ഏറ്റവും നന്നായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുവാനും ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത് മനസ്സിലാക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. ദൈവത്തിന്റെ കൃപയാൽ 1994-96 കാലഘട്ടങ്ങളിൽ ആ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ദൈവം കൃപ നൽകി. ലോകത്തിൽ നിന്ന് അറിയപ്പെടുന്ന അനേക അഭിഷക്തന്മാരോട് കൂടെ ഏറ്റവും നന്നായിട്ട് പഠിച്ച് ആമേൻ ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുവാൻ ഇടയായി തീർന്നു. ആ ടൈമില് അവിടെ വരുന്ന മിഷണറിമാരെല്ലാം ഈ ദൈവത്തെ അറിയാത്ത സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കണം എന്നുള്ള ഒരു മെസ്സേജ് എപ്പോഴും ചാപ്പൽ സർവീസിനകത്തും മെസ്സേജിനകത്തും ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ അത് ശ്രദ്ധിക്കുമായിരുന്നു. ഇപ്പൊ നോർത്ത് ഇന്ത്യയെ കുറിച്ചാണ് അവർ കൂടുതലും ഇങ്ങനെ പ്രസംഗിക്കുന്നത്. യേശുവിനെ കുറിച്ച് ഒരു വാക്കുപോലും കേട്ടിട്ടില്ലാത്ത ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, സ്റ്റേറ്റുകൾ, ഇതൊക്കെ അവരുടെ മെസ്സേജിൽ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കും, ദൈവമേ, ഈ പഠനം കഴിഞ്ഞ് ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞ് എന്നെ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് എന്നെ അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ബൈബിൾ കോളേജിലായിരുന്നു. അങ്ങനെ ഗ്രാജുവേറ്റ് കഴിഞ്ഞ ശേഷം എൻ്റെ പ്ലാൻ മുഴുവനും നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ദൈവത്തെ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് പോയി യേശുവിനെ കുറിച്ച് പ്രസംഗിക്കണം, യേശുവിനെ കുറിച്ച് പറയണം എന്നുള്ള ആഗ്രഹം എൻ്റെ അകത്തേക്ക് കയറാനിടയായി. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ഭവനത്തിലേക്ക് ഗ്രാജുവേറ്റ് കഴിഞ്ഞ് വന്നു. എൻ്റെ ഹൃദയത്തിൽ ഈ ആഗ്രഹം ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരുന്നു. ഡൽഹി പോണോ അതോ ഇനി വേറെ ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ പോണോ? ഞാൻ ഇതുവരെ മറ്റ് സ്റ്റേറ്റുകളിലൊന്നും അതുവരെ പോയിട്ടില്ല. ഞാൻ കണ്ടത് കേരളവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ പോയ കേരളത്തിനകത്തുള്ള ഈ എറണാകുളം എന്ന് പറയുന്ന ജില്ലയും മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഔട്ട് ഓഫ് കേരളത്തിന് പുറത്ത് ഒരു സ്റ്റേറ്റിലേക്ക് ഞാൻ പോയിട്ടില്ല. അപ്പൊ ഞാൻ ഈ ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞ ശേഷം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇതായിരുന്നു, യേശുവിനെ കുറിച്ച് ഒരു വാക്കുപോലും കേട്ടിട്ടില്ലാത്ത സ്ഥലത്തേക്ക് ദൈവമേ എന്നെ അയക്കണമേ, അങ്ങനെയുള്ള സ്റ്റേറ്റിൽ നിന്ന് എനിക്കൊരു കോൾ ഉണ്ടാകണം, അല്ലെങ്കിൽ ദൈവദാസന്മാർ എന്നെ വിളിക്കണം, അല്ലെങ്കിൽ യേശുവിന്റെ ദൂതൻ എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് എന്നെ അങ്ങനെ ആ സ്ഥലത്തോട്ട് അയക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ എൻ്റെ മാതൃസഭ IPC ആണ്. അപ്പൊ ഞാൻ ആ ചർച്ചിലേക്ക് പോകുമ്പോൾ അവിടുത്തെ സീനിയറായിട്ടുള്ള അന്ന് അപ്പച്ചൻ പാസ്റ്റർമാരാ. ആ അപ്പച്ചൻ പാസ്റ്റർമാർ എന്നെ ഒത്തിരി കൈവച്ചൊക്കെ അനുഗ്രഹിക്കും, ദൈവമേ ശക്തനായ ഒരു ശുശ്രൂഷകനാക്കണം, അല്ലെങ്കിൽ IPCയുടെ ഒരു സഭയില് ഒരു പാസ്റ്ററാക്കി ഈ മോനെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ഒത്തിരി പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം നൽകിയ ആഗ്രഹം അതൊന്നും അല്ലായിരുന്നു. ആ ദൈവരാജ്യം എത്താത്ത സ്ഥലങ്ങളിലേക്ക് പോകുക, ആയിരക്കണക്കിന് ആത്മാക്കളെ ദൈവം എനിക്ക് തരും, അങ്ങനെയുള്ള ആഗ്രഹവും വാശിയും ദർശനവും ഒക്കെ ആയിരുന്നു എൻ്റെ അകത്ത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിനകത്ത് ഒതുങ്ങാൻ ആഗ്രഹിച്ചില്ല. പലപ്പോഴും അവിടെ നിന്ന് IPC പല ദൈവദാസന്മാരും വന്നിങ്ങനെ കാര്യം പറയുമ്പോഴും ഞാൻ അവരുടെ കൂടെ വർക്കിന് പോകും. അപ്പച്ചന്മാരുടെ ബാഗ് പിടിക്കാനും അപ്പച്ചന്മാരുടെ കൊട പിടിക്കാനും അപ്പച്ചന്മാരുടെ കൂടെ ചെന്നിരിക്കാനും അവരെ ഡ്രസ്സ് തേച്ചിട്ട് കൊടുക്കാനും അവരുടെ അടുക്ക പോയിരിക്കാനും ഒക്കെ എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവർക്കും എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ അങ്ങ് പറ്റുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എനിക്കൊരു ചെറിയൊരു ചാൻസ് അവിടുത്തെ ജോൺ എന്ന് പറയുന്ന ഒരു അപ്പച്ചൻ ഇന്ന് നിത്യതയിലാണ്, അദ്ദേഹം ട്രിവാൻഡ്രത്തായിരുന്നു. അദ്ദേഹം എനിക്കൊരു 10 മിനിറ്റ് ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ ആദ്യമായിട്ട് തരിക. അപ്പൊ ഞാൻ എൻ്റെ മുഴുവൻ ശക്തിയും എൻ്റെ മുഴുവൻ അഭിഷേകവും ഒക്കെ ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ ആ ചർച്ചിൽ പ്രസംഗിച്ചു. ആ പ്രസംഗം എല്ലാവർക്കും അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഞാനൊരു കുഞ്ഞു മോനും കൂടെ അല്ലേ സഭയിൽ അവർ കണ്ട് സൺഡേ സ്കൂളിലൊക്കെ പഠിച്ച് ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് അവരുടെ ഇടയിൽ വന്ന ഒരു മോനല്ലേ, അവരുടെ മോനല്ലേ. അപ്പോൾ എൻ്റെ മാതൃസഭയിലെ ആൾക്കാർ മുഴുവനും എൻ്റെ പ്രസംഗത്തിന് ഭയങ്കരമായിട്ടും പ്രോത്സാഹനം തന്നു. അപ്പൊ ആ സമയത്ത് ഒരു സിസ്റ്റർ ഞങ്ങളുടെ ആ മാതൃസഭയിൽ അന്ന് അതിഥിയായി കടന്നു. അപ്പൊ ആ സിസ്റ്റർ എൻ്റെ പ്രസംഗം കേട്ടിട്ട് എന്നെ പുറത്തു വെച്ചിട്ട് പറഞ്ഞു, നോർത്ത് ഇന്ത്യ പോലെ കേരളത്തിലും ദൈവവചനം എത്താത്ത സ്ഥലങ്ങളുണ്ട്, മോന് പറ്റുവാണെങ്കിൽ അവിടെ വന്നൊന്ന് കാണ്. മോന്റെ പ്രസംഗം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, മോന്റെ ദർശനങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായി. നോർത്ത് ഇന്ത്യയിൽ പോകുന്നതിന് മുൻപ് മോന് ഞാൻ പറയുന്ന ഒരു സ്ഥലത്തേക്ക് വന്ന് മോന് ആ സ്ഥലം ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആവേശം ഉണ്ടായി. കാരണം ഇങ്ങനെ ഒരു സ്ഥലം കേരളത്തിലുണ്ടോ?
ദൈവവചനം എത്താത്തൊരു സ്ഥലമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചേച്ച് ഞാൻ അവരുടെ കൂടെ ആ സ്ഥലത്തേക്ക് പോയി. ആ സ്ഥലമാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന നെടുമങ്ങാടുന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ചില ഉള്ളിലോട്ട് ചുള്ളിമാനൂർ എന്ന് പറയുന്ന ഈ സ്ഥലം. ഇപ്പൊ ഞാൻ ടൗണിന് അടുത്തായിട്ടാണ് നമ്മുടെ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ അപ്പോ ഞാൻ വന്ന സ്ഥലം അവിടെയല്ല. ഇവിടുന്ന് ചെറിയ കൂടെ ഉള്ളിലോട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. ആ സ്ഥലത്തിന്റെ പേര് പുനവക്കുന്ന് എന്ന് പറയും. അവിടെ ഒത്തിരി സ്ത്രീകളാണ് അവിടുത്തെ ഭരണങ്ങൾ നടത്തുന്നത് ഞാൻ കണ്ടത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ചില സ്ത്രീകൾ ഇങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു, ചില സ്ത്രീകൾ ഇങ്ങനെ മദ്യപിക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റി, ചില സ്ത്രീകൾ ഇങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫുമായിട്ട് ഭയങ്കരമായിട്ടും അടിപിടി കൂടുന്നതും അവിടെ ഭയങ്കര ബഹളങ്ങൾ നടക്കുന്നതൊക്കെ ഞാൻ അന്ന് പോയപ്പോൾ എന്നെ വല്ലാതെ അങ്ങ് ആശ്ചര്യപ്പെടുത്തി. കാരണം ഇങ്ങനെ കേരളത്തിലൊരു ഗ്രാമം സ്ത്രീകൾ ഒത്തിരി മോശമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ, ഒത്തിരി കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പൊ എനിക്ക് ഒരു ആവേശം, കർത്താവ് എന്നോട് പറയുക, ഇവിടെയാണ് ദൈവം നിന്നെ എന്റെ വചനം അറിയിക്കാനായിട്ട് ആക്കിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് അവിടെ ആരെയും പരിചയമില്ല. ഈ സ്ത്രീയെ, ഈ സഹോദരിയെ മാത്രമേ പരിചയമുള്ളൂ. അപ്പൊ ഈ സഹോദരി പറഞ്ഞു, എന്റെ വീട്ടിൽ മോനെ ഒരു പ്രാർത്ഥന നടത്തിക്കൂ, അത് കഴിഞ്ഞിട്ട് ദൈവം മോനെ ദേശത്ത് ഉപയോഗിക്കുന്നു. അപ്പൊ ഞാൻ ഈ വീട്ടില് അന്ന് വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് രാവിലെ പപ്പയുടെ നിന്ന് ക്യാഷ് മേടിച്ച് അവിടെ നിന്ന് ബസ് കയറി ഞാൻ ഈ സ്ഥലത്ത് വരും. അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ എനിക്കറിയാവുന്ന പാട്ടൊക്കെ പാടി, എനിക്കറിയാവുന്ന പ്രസംഗമൊക്കെ പ്രസംഗിച്ച് അന്ന് കൂടി വരുന്ന ഈ സഹോദരിയുടെ വീട്ടിലുള്ളവരെയും അടുത്തുള്ള 2-3 ആൾക്കാരെയും സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മീറ്റിംഗ് നടത്താനായിട്ട് വരുമ്പം ഈ വീട് അടച്ചു കൂട്ടി കിടക്കും. അപ്പോൾ തൊട്ടടുത്ത ആൾക്കാരോട് ചോദിച്ചു, ഇവരെവിടെ പോയി? അപ്പൊ അവര് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഈ വീട് വിറ്റിട്ട് അവരിവിടെ നിന്ന് മാറിപ്പോയി. അപ്പൊ പിന്നെ എനിക്ക് ദേശത്ത് ആരുമില്ല. അവര് വീട് അവിടെ നിന്ന് വിറ്റിട്ട് പോയി, എന്നോട് പറഞ്ഞുമില്ല. എനിക്ക് അവിടെ ചെന്നപ്പോൾ പിന്നെ ആരാധന നടത്തുവാൻ തക്കവണ്ണം ഒരു സ്ഥലമില്ലാതെയായി. ദൈവത്തിന്റെ ആത്മാവ് പെട്ടെന്ന് അവിടെ ഒരു അമ്മയോട്, ആ ദേശത്തൊരു അമ്മ, ഒരു പ്രായമുള്ള ഒരു ആന്റി, ആ ആന്റിയോട് ദൈവാത്മാവ് ഇടപെട്ടു. ആ മോനെ വിളിച്ച് അവരുടെ വീട്ടിലോട്ട് ക്ഷണിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെന്നെ ഒരു മോനെ പോലെ ആ വീട്ടിലോട്ട് വിളിച്ചു. അപ്പൊ എനിക്ക് ചായയും എനിക്ക് ചെറിയ സ്തോത്ര കാഴ്ച അന്നത്തെ 50 രൂപയോ 10 രൂപയൊക്കെ എനിക്ക് അന്ന് തന്ന് എന്റെ ബസ് ഫെയറിനുള്ളതൊക്കെ തന്ന് എന്നെ ഇങ്ങനെ ആ വീട് എന്നെ സംരക്ഷിക്കാൻ തുടങ്ങി. തുടർന്ന് ഞാൻ അവിടെ ഒരു സൺഡേ സ്കൂള് തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തു. അവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ വിളിച്ച് പാട്ട് പഠിപ്പിക്കുകയും ആ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെ ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയത്. അങ്ങനെ ഒത്തിരി കുഞ്ഞുങ്ങൾ പഠിക്കുവാനായിട്ട് കടന്നു വന്നു. വചനം പഠിപ്പിച്ചു കൊടുത്തു, പാട്ട് പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ ഒരു മിഷണറി നെടുമങ്ങാട് ഇങ്ങനെ അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് വന്നപ്പോൾ എന്നെക്കുറിച്ച് അവർക്കൊരു അറിവ് കിട്ടി. ഇങ്ങനെ ഒരു പാസ്റ്റർ ഒരു ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, ആ ദേവദാസനെ അവരുടെ കൂടെ ആക്കിയാൽ കൊള്ളാം എന്ന് അവർക്കൊരു അറിവ് കിട്ടി. അങ്ങനെ ആ ദേവദാസൻ ഡോക്ടർ KP യോഹന്നാനോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു ദേവദാസൻ നമ്മുടെ കേരളത്തിൽ ഒരു ദർശനം വഹിച്ചുകൊണ്ട് നടക്കുക. പുള്ളിക്കാരന് ഇങ്ങനെ ദൈവത്തെ അറിയാത്ത, ദൈവവചനം അറിയാത്ത സ്ഥലങ്ങളിൽ പോയി ദൈവവചനം അറിയിക്കുക എന്നുള്ളത് പുള്ളിയുടെ ഒരു ഭയങ്കര ആവേശമായിട്ട് പുള്ളി ഇപ്പോൾ ട്രിവാൻഡ്രം നെടുമങ്ങാട് ഒരു ഗ്രാമത്തിൽ പുള്ളി പ്രവർത്തിക്കുക. നമുക്കൊന്ന് പുള്ളിയെ ഹെൽപ്പ് ചെയ്യാവുന്നു. അങ്ങനെ ഡോക്ടർ KP യോഹന്നാന്റെ അടുക്കിലേക്ക് എന്നെ കൊണ്ടുപോയി. ഞാൻ ഡോക്ടർ KP യോഹന്നാന്റെ സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ കേരളത്തിൽ പ്രവർത്തിക്കേണ്ട, നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്ക്, മോനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന്. അപ്പൊ എനിക്ക് ആരുടെയും സപ്പോർട്ടില്ല, കാരണം അന്ന് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എനിക്ക് ആവശ്യമുള്ള ബസ് ഫെയറും അങ്ങനെയുള്ളൂ, വേറെ ഒരു സപ്പോർട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കുറച്ച് സപ്പോർട്ട് എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി കാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ദർശനം എൻ്റെ അകത്ത് കയറി. അപ്പൊ ഞാൻ ഡോക്ടർ KP യോഹന്നാനോട് പറഞ്ഞു, എനിക്ക് കേരളത്തിൽ തന്നെ സാർ എന്നെ ഒന്ന് പരീക്ഷിച്ചാൽ മതി. എനിക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ, ഞാൻ പ്രവർത്തിച്ചിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ സാർ എന്നെ നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്തേക്ക് വിടാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ആ പ്രായത്തിലുള്ള ആവേശവും ആ ഒരു ദൈവകൃപയും ദൈവശക്തിയും ഒക്കെ വെച്ച് ഞാൻ അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു KP യോഹന്നാന്റെ ബിരുവേഡ് ചർച്ചിന്റെ 2ാമത്തെ ചർച്ച് ഞങ്ങളുടെ ചർച്ചാണ്. ആദ്യത്തെ ചർച്ച് എനിക്ക് തോന്നുന്നു ഇടുക്കിയാണ്. ഇടുക്കി കഴിഞ്ഞാൽ 2ാമത്തെ ചർച്ച് നമ്മുടെ ചർച്ചയായിട്ട് മാറി. അപ്പം എന്നെ അദ്ദേഹം ഒത്തിരി സ്നേഹിക്കാൻ തുടങ്ങി. എനിക്ക് ഒരു 1500 രൂപ സപ്പോർട്ട് തന്നു. അത് എനിക്കെന്തോ ഒരു 1,00,000 രൂപ കിട്ടിയതിന്റെ ഒരു സന്തോഷം. ആദ്യമായിട്ട് അങ്ങനെ ഒരു 1500 രൂപ എന്റെ കയ്യിൽ കിട്ടുന്നതും എനിക്കത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് തോന്നി.
ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഞാൻ വിവാഹിതനായി. 1997 ഞാൻ വിവാഹിതനാവുക. അപ്പോ വിവാഹിതനായ സമയം വൈഫിന്റെ വീട്ടുകാരൊക്കെ അറിയുന്നത് ഞാനൊരു വലിയ പാസ്റ്ററാണ് എന്നൊക്കെയാണ് അവരറിയുന്നത്. അപ്പൊ പുള്ളിക്കാരത്തിക്ക് ദൈവം എന്റെ പേര് വെളിപ്പെടുത്തി കൊടുത്തായിരുന്നു. ഇങ്ങനെ എന്റെ പേര് വീട്ടില് സാബു എന്നാ വിളിക്കുന്നത്. അപ്പൊ എന്റെ പേര് പുള്ളിക്കാരത്തിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. സാബു, എന്റെ പൊക്കം, എന്റെ നിറം, അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന മിനിസ്ട്രി, ഒരു 7 നിലയുള്ള ബിൽഡിംഗ്, അതിന്റെ മുകളിൽ ഒരു ഓഫീസ് റൂമിൽ ഞാൻ ഇരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു വെളിപ്പാട്, ഒരു ദർശനം വൈഫിന് കൊടുത്തു. ഞങ്ങൾ അതുവരെയും കണ്ടിട്ടില്ല, എന്നെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. അപ്പം ഈ ഒരു ദർശനം പുള്ളിക്കാരത്തിക്ക് കിട്ടിയപ്പം എന്റെ ആലോചന വന്നപ്പം അന്ന് പലരും കുടുംബത്തിലുള്ളവരൊക്കെ, കാരണം അത്ര സൂട്ടല്ലായിരുന്നു ഞാൻ ആ സമയത്ത്, എതിർത്തെങ്കിലും പുള്ളിക്കാരത്തിയോട് ദൈവം സംസാരിച്ചു. ഇതാണ് നിന്റെ ഭർത്താവ്, ഇദ്ദേഹത്തോടൊപ്പം ഒരുമിച്ചാണ് നീ മിനിസ്റ്റർ ചെയ്യാൻ പോകുന്നത് എന്ന് നേരത്തെ ദൈവാത്മാവ് ഇടപെട്ടത് കൊണ്ട്, എന്റെ പേരുൾപ്പെടെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞങ്ങളുടെ മാരേജ് ദൈവകൃപയാൽ 1997 മെയ് മാസം 14-ാം തീയതി നടക്കുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് മിനിസ്ട്രിയിലോട്ട് ഇറങ്ങുവാണ്. അപ്പൊ പുള്ളിക്കാരത്തി ചിന്തിച്ചത് വലിയ ചർച്ചയായിരിക്കും, വലിയ പിന്നെ ജനക്കൂട്ടമൊക്കെ കാണും, വലിയൊരു പ്രസ്ഥാനത്തിലല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചിന്തയിലാണ് പുള്ളിക്കാരത്തി ഇങ്ങനെ ഒരു ഞായറാഴ്ച ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ ചർച്ചിലോട്ട് വരാനായിട്ട് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ. അപ്പോൾ അത്രയും കിലോമീറ്ററുകൾ എനിക്ക് അന്നൊരു 2 വീലറും കൂടെ ദൈവകൃപയാൽ എനിക്ക് കിട്ടി. അപ്പൊ ആ 2 വീലറിൽ ഞാൻ ഈ വൈഫിനെയും കൊണ്ട് വരിക. ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ആരാധന ശ്രദ്ധിക്കുമ്പോൾ പുള്ളിക്കാരത്തി ചോദിക്കാറുണ്ടായിരുന്നു, ഇതാണോ നമ്മളെ ആരാധനാലയം? ഞാൻ പറഞ്ഞു, ഇതൊന്നും അല്ല ആരാധനാലയം, നമ്മുടെ ആലയം ഇതിനേക്കാൾ വലുതാണ്, നമ്മളിപ്പോ കാണാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോ ഒരു ജംഗ്ഷനിൽ നിന്ന് അകത്തോട്ടൊരു ഗ്രാമത്തിലേക്ക് തിരിഞ്ഞപ്പം പുള്ളിക്കാരത്തി ആദ്യമൊക്കെ ഒന്ന് മുഖമൊക്കെ ഒന്ന് ഇതായി. അപ്പൊ വീണ്ടും ഒരു അകത്തോട്ട് വീണ്ടും പോവാം, വണ്ടി വീണ്ടും അകത്തോട്ട് പോകും. അകത്തോട്ട് പോയപ്പം ഒരു സാരി കൊണ്ട് മറച്ച ഒരു കുഞ്ഞു ഷെഡ്, ആ ഷെഡിന്റെ മുമ്പിൽ ഞാൻ ഈ വണ്ടി കൊണ്ട് നിർത്തിയപ്പം പുള്ളിക്കാരത്തി ബോധം കെട്ടില്ലെന്നേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞു, ഇതാണ് നമ്മുടെ ചർച്ച്, ഇതാണ് നമ്മുടെ ചർച്ച്. കാരണം ആ പുള്ളിക്കാരത്തി ചിന്തിച്ച മുഴുവനും വലിയൊരു ചർച്ച ആയിരിക്കും, വലിയൊരു പാസ്റ്റർ ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് അകത്തുണ്ടെങ്കിലും ദൈവം സംസാരിച്ചത് അകത്ത് കിടപ്പുണ്ടായിരുന്നു. ഒരു മടിയും കൂടാതെ, അതാണ് ഏറ്റവും ദൈവം എനിക്ക് തന്ന ഗിഫ്റ്റ്. ഒരു മടിയും കൂടാതെ, ഒരു മുഖത്തിന് ഒരു ഭാവഭേദവും ഇല്ലാതെ സന്തോഷത്തോടെ ആ ഷെഡിനകത്തോട്ട് കയറി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പിന്നെയുള്ള മിനിസ്ട്രി ഞങ്ങൾ പിന്നെ ഒരുമിച്ചാണ്. കാരണം ആ സമയത്ത് 1-2 അമ്മച്ചിമാരാണ് എന്നോടൊപ്പം അന്നത്തെ വിശ്വാസികൾ. ആ അമ്മച്ചിയും പിന്നെ ഈ വൈഫും കൂടെ വന്നപ്പം ഒരു 4-5 പേരായി. വൈഫിന്റെ അകത്തും ഈ ദർശനം ദൈവം കൊടുക്കാനിടയായി. അവിടെ ആയിരുന്നു കൊണ്ട് ഞങ്ങൾ 2 പേരും പ്രവർത്തിക്കുവാനിടയായി. ആ തുടർന്നുള്ള സമയങ്ങൾ പ്രശ്നത്തിന്റെ മേൽ പ്രശ്നങ്ങളായിരുന്നു. കാരണം അവിടെ ഒരു ചർച്ചയാണ് വരാൻ പോകുന്നു എന്ന് അറിഞ്ഞു തുടങ്ങിയപ്പോൾ ദേശത്തുനിന്ന് ഒരുപാട് എതിർപ്പുകൾ പിന്നെ ഉണ്ടായി. കാരണം ഇവൻ കളിപ്പിക്കുന്ന പാർട്ടിയാ, ഇത് പിള്ളേരെ എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ഇതിവിടെ എന്തോ ചർച്ചിന്റെ പരിപാടിയാന്നൊക്കെ ജനത്തിന് അവിടെ ബോധ്യത. അങ്ങനെ സുവിശേഷ വിരോധികൾ ഞങ്ങളുടെ ഷെഡ് അവര് തീയിട്ടു, അത് നശിപ്പിച്ചു. പിന്നെ പല പ്രാവശ്യം എന്നെയും വൈഫിനെയും അവർ ഉപദ്രവിക്കുവാനായിട്ട് കടന്നു വന്നു. അവിടെ എല്ലാം ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, ഞങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം കൂടെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ പെട്ടെന്ന് ഡോക്ടർ KP ഓനാൻ ഒരു 8 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് ആ സ്ഥലത്ത്, ആ ഗ്രാമത്തിനടുത്തായിട്ട് മേടിച്ചു തന്നു. അവിടെ എൻ്റെ പ്രാർത്ഥനയും അധ്വാനവും ഒക്കെ അതിന്റെ പുറകില് ചെലവഴിച്ചുകൊണ്ട് ഒരു ചെറിയൊരു ഹാള് അവിടെ പണിയുവാനിടയായി. ആ ഹാള് പണിത് ഞങ്ങൾ ഇങ്ങനെ 21 ഡേയ്സ് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ഞങ്ങൾ 2 പേരും ഉപവാസത്തിലായിരിക്കുമ്പോൾ കർത്താവ് കൃത്യമായിട്ടും ഞങ്ങളോട് സംസാരിച്ചു. ആമേൻ. സ്വന്തമായിട്ട് ഞങ്ങളെ കൊണ്ട് മാത്രം ദൈവം ഇന്ത്യയിൽ ചെയ്യിപ്പിക്കാൻ പോകുന്ന ഒരു വലിയ മിനിസ്ട്രിയുടെ ഒരു ദർശനം ദൈവം ഞങ്ങളെ ഏൽപ്പിക്കാനിടയായി. അപ്പൊ ഇത് ഞങ്ങൾക്ക് ദൈവാത്മാവ് വെളിപ്പാട് തന്നെങ്കിലും ഞങ്ങൾ തയ്യാറാകാതെ ഇരിക്കുക. കാരണം ഒരു 1500 രൂപ ഡോക്ടർ KP ഓനാൻ തരുന്ന ആ സപ്പോർട്ട് ഭയങ്കരമാണ്. അപ്പൊ അത് നിന്നുപോയാൽ ഞങ്ങൾക്ക് പിന്നെ വേറെ ആരും സഹായമില്ല. വിശ്വാസികള്, പാവപ്പെട്ട വിശ്വാസികൾ, അപ്പൊ അവര് എന്തെങ്കിലും സ്തോത്രക്കാഴ്ച ഇട്ടാൽ 50 രൂപയോ 70 രൂപയോ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. അപ്പൊ ഡോക്ടർ KP ഓനാൻ തരുന്ന ആ സപ്പോർട്ട് ഒരു ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് വിട്ടു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ കൺഫ്യൂഷനായിട്ട് ഇരുന്ന് ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നിത്യതയിലായിരിക്കുന്ന ധർമ്മകൻ എന്ന് പറയുന്ന പുനലൂരിലുള്ള ഒരു പാസ്റ്റർക്ക് എന്റെ പേര് തന്റെ ചുവരിൽ ഇങ്ങനെ എഴുതി കാണിച്ചു കൊടുത്തു, ശോഭൻ രാജ്
എന്നിട്ട് അദ്ദേഹത്തിന് എന്റെ അടുക്കൽ വരേണ്ട ഓട്ടോ ചാർജ് ദൈവം ആ ചുവറിൽ എഴുതി കാണിച്ചു കൊടുത്തു. അപ്പൊ നെടുമങ്ങാടുന്ന് എന്റെ അടുക്കലേക്ക് വരാനുള്ള ഓട്ടോ ചാർജ് ഇത്രയാണ്, വഴി ഇതാണ്, അതുകൊണ്ട് എന്റെ അടുത്ത് വന്ന് ഈ ദൂത് പറഞ്ഞിട്ട് ദേവദാസൻ മടങ്ങി പോകണമെന്ന് ധർമ്മകൻ പാസ്റ്ററുടെ അടുത്ത് ദൈവം സംസാരിച്ചു. അപ്പോൾ ദൈവം സംസാരിച്ച അനുസരിച്ച് പാസ്റ്റർ പുനലൂരിൽ നിന്ന് നെടുമങ്ങാട് വന്ന് നെടുമങ്ങാടുന്ന് കർത്താവ് പറഞ്ഞ പോലെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് എന്റെ അടുക്ക വന്നിട്ട് ഞാൻ അന്ന് ഉപവാസത്തിലിരിക്കുക, 21 ദിവസം ഉപവാസത്തിലിരിക്കുക. അപ്പൊ 21 ദിവസം ഉപവാസത്തിലിരിക്കുന്നതിന്റെ 19ാമത്തെ ദിവസം ഈ ദേവദാസൻ എന്റെ പേര് കണ്ടുപിടിച്ച് എന്റെ വീട് കണ്ടുപിടിച്ച് എന്റെ അടുക്കൽ വന്നിട്ട് എന്നോടൊരു ചോദ്യം ചോദിക്കുക. ഈ കുരങ്ങനെ പിടിച്ച് എന്റെ തോളത്ത് വെച്ചാൽ കുരങ്ങൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, കുരങ്ങൻ എന്റെ തലമുടി പിച്ച് പാന്തും എന്റെ ശരീരത്തിലുള്ള എല്ലാം പിച്ചി മാന്തി എടുക്കുന്നു. ഇത് തന്നെയാണ് പാസ്റ്റർ ഇപ്പോൾ തോളത്തെടുത്ത് വച്ചിരിക്കുന്ന എല്ലാ സ്ഥാനമാനങ്ങളും. ഇതെടുത്ത് താഴെ വെച്ചാൽ ദൈവം രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ, ലോകരാഷ്ട്രങ്ങളിൽ ദൈവം താങ്കളെ ഉപയോഗിക്കും. താങ്കളിലൂടെ അനേകം പേരെ സ്ഥാനപ്പെടുത്തി നിത്യതയിൽ ഉപയോഗിക്കും. അങ്ങനെ ദൈവം താങ്കളെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആയിരിക്കുന്ന എല്ലാ സ്ഥാനമാനങ്ങളും മാറ്റി വെച്ചേച്ച് ഞാൻ പറയുന്ന വാക്കിന് ഇറങ്ങിത്തിരിക്കാൻ പോകും. എനിക്ക് ധർമ്മകൻ പാസ്റ്റർ ഒരു വലിയ പ്രവാചകനാണെന്ന് പോലും എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. പുള്ളി പിന്നെ കേരളം അറിയപ്പെടുന്ന, ലോക രാഷ്ട്രങ്ങൾ അറിയപ്പെടുന്ന ഒരു ശക്തനായ പ്രവാചകനാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ ധർമ്മകൻ പാസ്റ്റർ പോയ ശേഷം ഈ പാസ്റ്റർ ആരാണ് എന്നൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എല്ലാവരും പറയുന്നത് ദൈവത്തിന്റെ ഒരു മനുഷ്യനാണ്, ദൈവശബ്ദം കേട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം നേരിട്ട് എന്നോട് സംസാരിച്ചതാണ് എന്ന് മനസ്സിലായ ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഗോസ്പൽ ഫോർ ഏഷ്യയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ മാറ്റിവെച്ച് അവിടെ നിന്ന് ഞാനും കുടുംബവും ആ സമയമായപ്പോൾ ഞങ്ങൾക്ക് മൂത്ത കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞു പൈതലുമായിട്ട് ഞങ്ങള് പ്രസ്ഥാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ചെറിയ ആ ഹാളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്. പിന്നെ വാടക വീടുകളിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഏകദേശം 28 വാടക വീടുകൾ നെടുമങ്ങാടിന്റെ പല പ്രദേശങ്ങളിൽ ഞങ്ങൾ മാറി മാറി താമസിച്ചു. ഒരു പാസ്റ്റർ ആയതുകൊണ്ട് ഞങ്ങളെ ആരും ആ വീടുകൾ താമസിപ്പിക്കത്തില്ലായിരുന്നു. ഞങ്ങളെ കമ്മ്യൂണിറ്റി മുഴുവനും, പ്രത്യേകിച്ച് നെടുമങ്ങാട് ഈ ചുള്ളിമാനൂർ കമ്മ്യൂണിറ്റി മുഴുവനും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവരുടെ വീടുകളാണ് ഞങ്ങൾക്ക് പലപ്പോഴും കിട്ടുന്നത്. ആ വീടുകൾ ഞങ്ങൾ താമസിച്ച് 2-3 ദിവസം കഴിയുമ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ ഇറക്കി വിടും. അപ്പൊ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, താങ്കൾ പാസ്റ്റർ ആയതുകൊണ്ട് ഞങ്ങളെ പറ്റിച്ചാണ് വീടെടുത്തത് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിടുമായിരുന്നു. അങ്ങനെ ഏകദേശം 28 വീടുകൾ ഞങ്ങൾ മാറി മാറി താമസിച്ചു. ആ സമയത്ത് 3 കുഞ്ഞുങ്ങളും ആയി. ഈ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് വീടുകൾ മാറി താമസിക്കുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അവർ കുഞ്ഞു പ്രായത്തില് അവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഒത്തിരി അധികം ഭാരപ്പെട്ടു പോയ ഒരു കഷ്ടതയുടെ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. കാരണം ആരും പിന്നെ സഹായിക്കാനില്ല, ആരും ഞങ്ങളെ കൈത്താങ്ങാനില്ല. അന്ന് ഞങ്ങൾക്ക് ദൈവം തന്ന അന്നത്തെ ഈ കുടുംബങ്ങൾ അവര് ആത്മാർത്ഥമായിട്ട് ഞങ്ങളെ കൈത്താങ്ങുവാൻ, അവർ കൂടെ നിന്ന് പ്രാർത്ഥിക്കുവാൻ, അവർ കൂടെ സപ്പോർട്ട് ചെയ്യുവാൻ തയ്യാറായി. അപ്പോ ആ ഒരു സപ്പോർട്ടും ആ പ്രാർത്ഥനയും ഞങ്ങൾക്ക് ഭയങ്കര ഒരു പിൻബലമായി. അതുകൊണ്ട് അന്നത്തെ പട്ടിണിയോ അന്നത്തെ കഷ്ടതയോ അന്നത്തെ വേദനകളോ നിന്നയോ അതൊന്നും ഞങ്ങൾക്ക് കാര്യമാക്കി എടുക്കാൻ ദൈവം അനുവദിച്ചില്ല. അതെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ആനന്ദമായി, സന്തോഷമായി ഞങ്ങൾക്ക് തോന്നി. ആ ജീവിതത്തിൽ അന്ന് നേരിട്ടതായ എല്ലാ പരിഹാസവും, എല്ലാ നിന്നയും, ഒറ്റപ്പെടലുകളും, ആ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ആനന്ദമായി തോന്നി. ദൈവത്തിന്റെ വചനം പറയും പോലെ, എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ, കർത്താവ് അത് ആ ക്രൂശിനെ വളരെയധികം സഹിച്ചിട്ട് ആ അപരാധങ്ങളെ, അപമാനങ്ങളെ വളരെ നിന്ദിച്ചു. അതെന്ന് പറഞ്ഞാൽ അത് കർത്താവ് അതിനെ കാര്യമാക്കിയില്ല. തനിക്ക് നേരിട്ടതായ അപമാനങ്ങളെ താൻ കാര്യമാക്കിയില്ല. അതുപോലെ ഞങ്ങൾ അപമാനങ്ങളെ കാര്യമാക്കിയെടുത്തില്ല. അങ്ങനെ ദൈവകൃപയാൽ മുന്നോട്ട് നീങ്ങാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി. ജീവിതത്തിൽ ആ സമയത്തൊക്കെ ദൈവത്തിന്റെ കരുതൽ നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റും. ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും. കർത്താവിന്റെ ഇൻപ ശബ്ദം ആ സമയങ്ങളിൽ നേരിട്ട് അനുഭവിക്കാനിടയായി തീർന്നു. ഇതേ സമയത്ത് ദേശത്തുനിന്ന് 100 കണക്കിന് ജീവിതങ്ങളോട് സുവിശേഷം പറയുവാൻ, അനേകം പേരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ, പലരെയും രക്ഷിക്കപ്പെടുത്തിയെടുത്ത് അവരെ സ്നാനത്തിലേക്ക് നയിച്ച് നിത്യതയിലേക്ക് എടുക്കാൻ കർത്താവ് കൃപ നൽകി. അപ്പോ ഞങ്ങൾ താമസിച്ചിരുന്ന വാടക വീട്ടില് ആരാധനകൾ നടത്താൻ കഴിയാത്ത അവസ്ഥയായി. അപ്പൊ ഞങ്ങൾക്ക് ചില ഓഡിറ്റോറിയങ്ങൾ, ഇവിടുത്തെ പല ഓഡിറ്റോറിയങ്ങൾ ഞങ്ങൾ വാടകയ്ക്കെടുത്തു. അവിടെയും തുടരുവാൻ അനുവദിച്ചില്ല. ചില വസ്തു റെന്റിനെടുത്തിട്ട് അവിടെ ഞങ്ങൾ ടെന്റ് അടിച്ച് അവിടെയും ആരാധനകൾ നടത്തി. അവിടെയും തുടരാൻ സുവിശേഷ വിരോധികൾ അനുവദിച്ചില്ല. അങ്ങനെ പലയിടങ്ങളിലും
വാടക വീടുകളിൽ പ്രാർത്ഥന നടത്തി, ഓഡിറ്റോറിയങ്ങൾ എടുത്ത് ആരാധന നടത്തി, പലയിടങ്ങളിലും ഞങ്ങൾ മാറി മാറി ആരാധനകൾ നടത്തി. അവിടെ ഒന്നും സ്ഥിരമാകാൻ ദൈവം അനുവദിച്ചു. അങ്ങനെ ഇരിക്കവേ ഞാനും വൈഫും കൂടെ ഇങ്ങനെ വീടുകൾ വിസിറ്റ് ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ ഞാനായിരിക്കുന്ന ഈ സ്ഥലത്ത് അന്ന് ഈ സ്ഥലം വളരെ ശോചനീയമായ ഒരു അവസ്ഥയായിരുന്നു. കാരണം ഇതുവഴിയൊന്നും ആരും പോകത്തില്ല. ഒത്തിരി പ്രയാസങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു ആ സമയം. അപ്പൊ ഈ സ്ഥലത്ത് ദൈവം ഞങ്ങളെ കൊണ്ട് നിർത്തി. അന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു 2 വീലറായിരുന്നു. അപ്പൊ 2 വീലറിൽ ഞങ്ങൾ ഇങ്ങനെ വീടുകൾ വിസിറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ സ്ഥലത്ത് ദൈവം പറഞ്ഞു, ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഈ സ്ഥലത്ത് ഞാൻ വണ്ടി ഒതുക്കിയിട്ട് 2 വീലർ ഒതുക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ സ്ഥലം ഞാനിപ്പോൾ ഇരിക്കുന്ന ചുള്ളിമാനൂർ ടോൾ ജംഗ്ഷൻ എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് സ്വർഗീയ കൂടാരം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ സ്ഥലം കർത്താവ് കാലുവെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഈ സ്ഥലത്ത് കാലുവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ സ്ഥലത്ത് ഒരു മനോഹരമായ കൂടാരം ദൈവം തരും. അപ്പൊ ഇവിടെ ആയിരക്കണക്കിന് ആത്മാക്കൾ ഇവിടെ ദൈവത്തെ ആരാധിക്കും എന്നൊക്കെയുള്ള ദർശനം ഇവിടെ വന്നപ്പോൾ ഞങ്ങളെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ വേറെ കാശൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിൽ ഒരു പ്രതീക്ഷയുമില്ല. പക്ഷെ കർത്താവ് വിശ്വസ്തനായിട്ട് നിന്നുകൊണ്ട് പറയുവാണ്, ഇത് ഞങ്ങൾക്ക് തരും. അപ്പൊ അതിനെ അപ്പുറത്ത് പിന്നെ ഏതാണ് വാക്ക്? ആ ദൈവശബ്ദത്തെ ഞങ്ങൾ മുറുകെ പിടിച്ചിട്ട് ഞങ്ങൾ ഈ വസ്തുവിന്റെ ഓണറെ അന്വേഷിച്ചു. അപ്പൊ സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരന്റെ ആണ് എന്ന് ഞങ്ങൾക്ക് ദേശത്തു നിന്നൊരു അറിവ് കിട്ടി. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ കടന്നുപോയി. ഞങ്ങളുടെ ആവശ്യം പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്, ഞങ്ങൾക്ക് ഈ സ്ഥലം വേണം, അപ്പോ ഈ സ്ഥലത്ത് ഞങ്ങൾക്കൊരു ആരാധനാലയം വയ്ക്കുവാനാണ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ആദ്യമായിട്ടാണ് ഞങ്ങളെ കാണുന്നത്. ഞങ്ങളുടെ ആ സംസാരവും ഞങ്ങളുടെ ആ ദർശനങ്ങളൊക്കെ പുള്ളിയോട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, പാസ്റ്റർക്ക് 6 മാസം സമയം തരാം, 6 മാസത്തിനുള്ളിൽ 22 ലക്ഷം രൂപ പാസ്റ്റർ ഈ പ്രോപ്പർട്ടിക്ക് തരണം, 20 സെന്റ് സ്ഥലം തരാം, തരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഈ സ്ഥലം തരാം. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ സത്യത്തിൽ ഒരു സിംഗിൾ പൈസ എടുക്കാൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പില് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വസ്തു തരണം, ഞങ്ങൾ അത് എടുത്തിരിക്കുന്നു എന്ന് വിശ്വാസത്തോടെ പുള്ളിയോട് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പുള്ളിയോട് ഡിമാൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഈ സ്ഥലത്ത് ഒരു ടെന്റ് വെച്ച് കെട്ടാൻ ഇടപാട് ഈ ഡോക്യുമെന്റ്സ് നടക്കുന്നതിന് മുമ്പ് ഒരു ടെന്റ് വെച്ച് കെട്ടാൻ ബ്രദർ ഒരു അനുവാദം തരുമെന്ന്. പുള്ളി പറഞ്ഞു, ഞാൻ എൻ്റെ പേരിൽ തന്നെ പാസ്റ്റർക്ക് ഇതിനകത്ത് ഇലക്ട്രിസിറ്റി എടുത്തു തന്ന് ഒരു ടെന്റ് വച്ച് കെട്ടാനുള്ള പെർമിറ്റും കൂടെ എടുത്തു തരാം. അത് ആരും ചെയ്യത്തില്ല, കാരണം ഒരു പെന്റിക്കോസ്റ്റ് ദൈവമക്കളും ദൈവദാസന്മാരും ചെയ്യത്തില്ല. കാരണം ഒരു വസ്തുവിന്റെ ഇടപാട് നടക്കാതെ, ഒരു ഡോക്യുമെന്റേഷൻ പൂർത്തീകരിക്കപ്പെടാതെ ആ പ്രോപ്പർട്ടിയിൽ വന്ന് ഇതൊക്കെ ചെയ്യാൻ ആരും അനുവദിക്കത്തില്ല. ഒരു മുസ്ലിം സഹോദരൻ തന്റെ ഹൃദയത്തിനകത്ത് ദൈവം സംസാരിച്ചിട്ടായിരിക്കാം താൻ പറയുവാണ്, തന്റെ പേരിൽ ഒരു ടെന്റ് ഇവിടെ വെച്ച് കെട്ടിക്കോ, അല്ലെങ്കിൽ റൂം കെട്ടിയിട്ട് കറണ്ട് എടുത്ത് പാസ്റ്ററുടെ പരിപാടി തുടങ്ങിക്കോ, പ്രാർത്ഥന തുടങ്ങിക്കോ എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ മേലൊരു അത്ഭുതമായി. ആരും ചെയ്യാത്ത ഒരു കാര്യം അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാനിടയായി. അപ്പൊ അന്ന് കൂടെ നിന്ന് പലരും അവരുടെ ഓർണമെന്റ്സ് ഒക്കെ പണയം വെച്ചിട്ട് അല്ലെങ്കിൽ അവരത് കൊണ്ടുപോയി വിറ്റിട്ടൊക്കെ ഒരു 50,000 രൂപ എന്റെ കയ്യിൽ കൊണ്ടുവന്നു. അപ്പൊ ആ 50,000 രൂപയാണ് ആകെ ഒരു മൂലധനം എന്നുള്ളത്, ഒരു അസറ്റായിട്ടുള്ളത്. ഈ 50,000 രൂപ അദ്ദേഹത്തിന്റെ കൈ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ബാക്കിയുള്ള തുക ഞാൻ ഈ 6 മാസത്തിനുള്ളിൽ തരാം, ഞങ്ങൾക്ക് ആരാധന ആരംഭിക്കാനുള്ള അവസരം തരാവും. അങ്ങനെ ആ സ്ഥലത്തൊരു ഞങ്ങൾ ടെന്റ് കെട്ടി ആരാധന തുടങ്ങിയപ്പോൾ ദേശത്ത് വീണ്ടും പ്രശ്നമായി. കാരണം ഈ സ്ഥലം മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതൽ ഉള്ള ഏരിയ ആണ്. 2 സൈഡ്, ഞാൻ ഇരിക്കുന്ന 2 സൈഡും അവരുടെ ആൾക്കാരാണ് താമസിക്കുന്നത്. ഞാൻ ഇരിക്കുന്നതിന്റെ മുൻപും പുറകും എല്ലാം അവരാണ്. അതിന്റെ ഇടയിലാണ് ഈ സ്ഥലം. അപ്പൊ അദ്ദേഹം മുസ്ലിം ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ സ്ഥലം ആണ് ഞാൻ വാങ്ങിച്ചതെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഈ ദേശത്തുനിന്ന് ഊരുവിലക്കി അദ്ദേഹത്തെ ഒത്തിരി ഇവിടുത്തെ ആൾക്കാർ ഉപദ്രവിച്ച് അദ്ദേഹത്തെ ഇവിടെ നിന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം പിന്നെ എനിക്കെതിരെ പ്രതികൂലമായി ഞങ്ങളുടെ ബോർഡൊക്കെ തല്ലിപ്പൊട്ടിച്ചു. പിന്നെ ലീഗലായിട്ട് കേസായി. മുഖ്യമന്ത്രിക്ക് അന്നത്തെ ഉമ്മൻചാണ്ടി സാറിന്റെ അടുക്കലേക്ക് കേസ് പോയി, കളക്ടറേറ്റിൽ പോയി, ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ, അതുപോലെ മറ്റ് പല വിജിലൻസില് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഞങ്ങൾക്കെതിരെ കേസ് പോയി. അപ്പം ഇവിടെ മീറ്റിംഗ് നടക്കുമ്പോഴെല്ലാം പോലീസ് എപ്പോഴും ഇതിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. അപ്പോൾ പോലീസും പിന്നെ ഞാനും ഇവിടെ ഉള്ള ഒരു അവസ്ഥ നോക്കിക്കേ, എനിക്ക് മെസ്സേജ് പറയാൻ പറ്റും, എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റും. എന്റെ തൊട്ട്
മുൻപിലാണ് പോലീസ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടുത്തെ റിപ്പോർട്ട് അവരെടുത്തുകൊണ്ടിരിക്കും. അപ്പോ എനിക്ക് അങ്ങോട്ട് ഫ്രീ ആയിട്ട് ഇവിടെ മിനിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതിന് രണ്ട് സൈഡുണ്ട്. ഈ രണ്ട് ഭാഗത്തു നിന്നും ആൾക്കാർക്ക് വരാം. അപ്പൊ രണ്ട് സൈഡിലും പോലീസിനെ ഇട്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെയാണ് വിശ്വാസികൾക്ക് ഇവിടെ വരാം. അപ്പൊ വിശ്വാസികൾക്ക് ഇവിടെ വരാനും ഭയമായി ഇവിടെ വല്ലാത്തൊരു പ്രതികൂലത്തിലേക്ക് മുന്നോട്ട് പോവുക. അപ്പൊ ഇതെങ്ങനെ ഇനി അടുത്ത് മുന്നോട്ട് പോകും എന്നുള്ള ഒരു കൺഫ്യൂഷനകത്തായിരിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വന്നു എന്നൊക്കെ പറയത്തില്ല. കർത്താവ് ദേശത്തേക്ക് ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് ആൾബലമില്ലായിരുന്നു, ഞങ്ങൾക്ക് സാമ്പത്തികം ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്കെതിരായി നിൽക്കുന്നവർക്ക് അതുപോലെ സാമ്പത്തികവും പൊളിറ്റിക്കലി അവർക്ക് വലിയ സ്ട്രെങ്തും ആയിരുന്നു. പക്ഷെ ദൈവം ഓരോ പ്രാവശ്യവും ഞാനും വൈഫും കൂടെ സ്റ്റേഷനിൽ ചെന്നിരിക്കുമ്പോൾ, അതുപോലെ പല ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരുടെ അടുത്ത് ഇരിക്കുമ്പോൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുവായിരുന്നു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുവായിരുന്നു. ഓരോ കേസും ദൈവം ഞങ്ങൾക്ക് വേണ്ടി അനുകൂലമായി വിധി കൽപ്പിക്കുമായിരുന്നു. അതുപോലെ ഇതിനെതിരെ നിന്ന പല ജീവിതങ്ങളെയും ഈ കേസുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം സന്ദർശിക്കുമായിരുന്നു. അപ്പൊ ദേശത്ത് ദൈവത്തെക്കുറിച്ചൊരു ഭയം, ദൈവവേലയെക്കുറിച്ചൊരു ഭയം, ദൈവസഭയെക്കുറിച്ചൊരു ഭയം, ദൈവദാസന്മാരെ കുറിച്ചൊരു ഭയം വീഴാനിടയായി തീർന്നു. ആരൊക്കെ മുമ്പിൽ നിന്നോ അവരൊക്കെ ദൈവം തൊടുവാനിടയായി തീർന്നു. അവര് കുടുംബങ്ങളെ തൊടുവാനിടയായി തീർന്നു. ചിലരൊക്കെ ഭൂമിയിൽ നിന്ന് തന്നെ അവര് മാറ്റപ്പെടാനിടയായി തീർന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മുമ്പിൽ നിന്ന് വാദിച്ച ഇതിനെ പൂട്ടിക്കും, ദേശത്തുനിന്ന് എടുത്തു മാറ്റും എന്നൊക്കെ പറഞ്ഞു നിന്ന ഒരു ബ്രദർ താൻ ഫാമിലി പ്രോബ്ലത്താൽ തന്റെ വീട്ടിലെ പ്രശ്നമായി താൻ പെട്ടെന്ന് ആത്മഹത്യ ചെയ്ത് തന്റെ ആ ബോഡി പോലും 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ആൾക്കാർ കണ്ടത്. ജീർണിച്ച് നാറ്റം വെച്ച് റബ്ബർ വെട്ടുകാര് അതുവഴി പോയപ്പോൾ ആ വീട് അടച്ചുപൂട്ടി കിടക്കുന്നു. ആ വീട് തുറന്നപ്പോൾ ആ മനുഷ്യൻ തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മരണങ്ങൾ ദേശത്ത് ദൈവസഭയ്ക്കെതിരെ നിന്ന, ദൈവമക്കൾക്കെതിരെ നിന്ന വ്യക്തികളെ ദൈവം തൊട്ടപ്പോൾ, അല്ലെങ്കിൽ വ്യക്തികളുടെ മേൽ അനർത്ഥങ്ങൾ വന്നു ദേശത്ത് വളരെ ഭയമാണ്. അതേ വ്യക്തികൾ, ഞങ്ങൾക്കെതിരെ നിന്ന അതേ വ്യക്തികൾ പിന്നത്തേത് ഞങ്ങൾ അടുക്കൽ വന്ന് ക്ഷമ ചോദിക്കുകയും മാപ്പ് പറയുകയും ചെയ്തു. നിങ്ങളെ കൂടെ സർവശക്തനായ ദൈവമുണ്ട്, നിങ്ങളെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ദേശത്തെ ദൈവം അനുകൂലമാക്കി തന്നു. പിന്നെ ഉള്ള ദിവസങ്ങൾ ദേശത്ത് ആരാധന ശക്തമാകാൻ, ആത്മാക്കൾ ദേശത്തിന്റെ 4 ഭാഗത്തു നിന്നും ദൈവകൃപയാൽ സഭയിൽ കടന്നു വരാൻ തുടങ്ങി. ആലയത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടായി. രോഗികളെ ദൈവം സൗഖ്യമാക്കിക്കൊണ്ടിരുന്നു. ഭൂതഗ്രസ്തരായിട്ടുള്ളവരെ ദൈവം വിടുവിച്ചു. അങ്ങനെ വിവിധ ജാതികളിൽ നിന്ന് ദേശത്തുനിന്ന് ആത്മാക്കളെ ദൈവം സഭയ്ക്ക് തരാനിടയായി. ഈ സമയത്ത് ഇതിന്റെ രജിസ്ട്രേഷൻ നടക്കണം. രജിസ്ട്രേഷന്റെ ടൈമായി 6 മാസമായപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല. വളരെ ബുദ്ധിമുട്ടോടെ ആയിരിക്കുമ്പോൾ ഞാനൊരു ഡേറ്റ് അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ഇടപാട് നടത്താം എന്ന് പറഞ്ഞ് ഡേറ്റ് നിശ്ചയിച്ചു. അങ്ങനെ ഡേറ്റ് നിശ്ചയിച്ച് ഞങ്ങൾ രജിസ്ട്രേഷൻ ഓഫീസിൽ പോയിരിക്കുക. അപ്പൊ അദ്ദേഹവും അവിടെ വന്നു. ഞാനും വൈഫുമായിട്ട് രജിസ്ട്രേഷൻ ഓഫീസിൽ ചെന്നിരിക്കുക. ഞങ്ങള് കയ്യില് സത്യത്തില് ഇതൊക്കെ പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ഇന്നും യേശു ജീവിക്കുന്നു എന്നുള്ള സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ അന്ന് 22.5 ലക്ഷം രൂപയോളം അന്ന് വേണം. പക്ഷെ ഒരു സിംഗിൾ ക്യാഷ് ഇല്ലാതെ ഞങ്ങൾ രജിസ്ട്രേഷന് പോയി അവിടെ ചെന്നിരിക്കുക. അപ്പൊ അവര് അതുപോലെ ഇപ്പൊ ക്യാഷ് കിട്ടും എന്നുള്ള നിലയിൽ ഈ വസ്തുവിന്റെ ഉടമസ്ഥരും അവരുടെ ആൾക്കാരും വന്നിരിക്കുകയാണ്. അഥവാ ഞങ്ങൾ ഇടപാട് നടത്തിയില്ലെങ്കിൽ ഇത് വേറെ ഇടപാട് ചെയ്യാനായിട്ട് മറ്റ് മുസ്ലിം സഹോദരങ്ങളും മറ്റുള്ള ആൾക്കാരും അവിടെ റെഡിയായി നിൽക്കുക. അപ്പൊ ഞങ്ങള് രണ്ടുപേരും ആ രജിസ്ട്രേഷൻ ഓഫീസിൽ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. ഞങ്ങള് ഈ പ്രോപ്പർട്ടി എഴുതുക. അപ്പൊ ഞങ്ങളുടെ പേരിൽ ആ പ്രോപ്പർട്ടി എഴുതിയിട്ട് 12:30 ആകുമ്പം ഈ ഇത്രയും രൂപ അവരുടെ കയ്യിലേക്ക് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കൂടെ ഒരു ബ്രദറും കൂടെ ഉണ്ട്. ആ സമയത്ത് ആ ബ്രദറും എൻ്റെ കൂടെ ഉണ്ട്. ആ ഒരു 12:30 മണിയാകുമ്പോഴും ഞങ്ങളുടെ മുമ്പിൽ ഒരു വഴിയും തെളിയുന്നില്ല. ഞങ്ങളുടെ മുൻപിൽ ഒരു സാധ്യതകളും ഇല്ല. ഇതെങ്ങനെ ഇടപാട് ചെയ്യുമെന്ന് ഞങ്ങൾ മാനുഷികമായിട്ട് ആര് ചോദിച്ചാലും ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്. അപ്പം ആ ഒരു സമയം എന്നുള്ളത് എനിക്കും വൈഫിനും കൂടെ നിൽക്കുന്ന ഒരു ബ്രദറിന് മാത്രമേ അറിയാവൂ. അതൊരു ഭയങ്കര മിറക്കിളായിരുന്നു. ഒരു 12:30 മണിക്ക് മുമ്പ് ഞങ്ങളിങ്ങനെ വളരെ ടെൻഷൻ അടിച്ച് ഇത് വേണ്ട എന്ന് വയ്ക്കാം എന്നൊക്കെ പറയാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഫോണിൽ ഒരു കോള് വരിക. പെട്ടെന്ന് ഞാൻ ആ കോൾ എടുക്കുമ്പോൾ അബുദാബിയിൽ നിന്നൊരു അങ്കിൾ എന്നെ വിളിക്കുക. അപ്പോ പ്രാർത്ഥിക്കാനാണ് എപ്പോഴും വിളിക്കുന്നത്. എന്നോട് ചോദിച്ചു, പാസ്റ്റർ എവിടാ? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുക.
അല്ല പാർശ്വ ശബ്ദത്തിന് എന്താണ് ചില മാറ്റമുണ്ട്, അത് സാധാരണ സംസാരിക്കുമ്പോൾ അല്ലല്ലോ, ഒരു വിഷമം അതിനകത്തുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വിഷമമൊന്നുമില്ല ഞങ്ങളെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അല്ല, പാർശ്വ ശബ്ദത്തിന് എന്തോ വിഷമമുള്ളത് പോലെ. എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞു ഇങ്ങനെ ചർച്ചിന്റെ ഒരു പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഞങ്ങൾ നിൽക്കുവാണ്. അപ്പൊ അതിന് ഇച്ചിരി സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടോ മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, ഞങ്ങള് പ്രാർത്ഥിച്ചാൽ മതി. പുള്ളി ചോദിക്കുക, അല്ല എത്ര രൂപയാ ആവശ്യം? ഞാൻ പറഞ്ഞു അത് ഇത്ര രൂപ ആവശ്യമുണ്ട്, അത് കുഴപ്പമില്ല ഞങ്ങളെ ദൈവം ചെയ്യും. കാരണം ഞാൻ അങ്ങോട്ടൊന്നും ആവശ്യപ്പെടാതെ ഞാൻ എങ്ങനെയെങ്കിലും അങ്ങള് ഫോൺ കട്ട് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അങ്ങ് നിൽക്കുക. അല്ല പാസ്റ്റർ പറ, എത്ര രൂപയാണ് ആവശ്യം? ഞാൻ പറഞ്ഞു ഞങ്ങളെ ഇത് ഇത്ര രൂപയാണ് ആവശ്യം. എന്നോട് ചോദിച്ചു, പാസ്റ്ററുടെ ബാങ്കിൽ കുറച്ച് രൂപ കൂടുതൽ വന്നു കഴിഞ്ഞാൽ പാസ്റ്റർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് എന്താ പ്രശ്നം? കാരണം എന്റെ ബാങ്ക് ബാലൻസ് വരെ 0 ബാലൻസ്. അപ്പൊ അതിനകത്ത് ഒത്തിരി രൂപ വന്നു കഴിഞ്ഞാൽ എന്തോ പ്രശ്നം? ഞാൻ പറഞ്ഞു അങ്ങനെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് അങ്ങനെ ക്യാഷ് ഒന്നും വരാറില്ല, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. എന്നാൽ പിന്നെ പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, തൊട്ടടുത്ത് SBI SBT ആണ്, SBT. അപ്പൊ SBT ബാങ്ക് ഉണ്ടോ? ഞാൻ ചോദിച്ചുകൊണ്ട് തൊട്ട് ഒരു 10 മിനിറ്റത്തെ ഒരു യാത്രയുണ്ട്. അവിടെ പോയി മാനേജറുടെ അടുക്ക് ചെന്നിരിക്കാം. ഞാൻ പോയി മാനേജറുടെ അടുക്ക് ചെന്നിരിക്കുക. മാനേജറുടെ അടുക്ക് ചെന്ന് അപ്പൊ അങ്കിള് മാനേജറുടെ ഫോണിൽ വിളിച്ചു. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ആദ്യം ഒരു 5 ലക്ഷം രൂപ ട്രാൻസ്ഫർ. എനിക്ക് ഭയങ്കരമായിട്ട് അതിശയമായി, ദൈവമേ. കാരണം ഇത് ഇനി നിമിഷങ്ങളേ ഉള്ളൂ ഇത് രജിസ്ട്രേഷൻ ഇത് ശരിയാകാൻ, ക്യാഷ് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് പെട്ടെന്ന് അങ്കിള് വിളിക്കുന്നു, 5 ലക്ഷം രൂപ ആദ്യം ട്രാൻസ്ഫർ ആകുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും 1-2 കോളുകൾ വരിക. ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കാൻ വന്ന ചിലർ വിളിക്കുക, പാസ്റ്റർ ഇപ്പൊ എവിടാ? ഞാൻ പറഞ്ഞു ഇങ്ങനെ ചർച്ചിന്റെ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ നിന്നാണ്. അപ്പൊ അവരുടെ മക്കൾക്ക് പഠിക്കാനിട്ടിരുന്ന, അവരുടെ മക്കൾക്ക് വിവാഹം കഴിപ്പിച്ച് വിടാനിട്ടിരുന്ന ക്യാഷ്, അങ്ങനെ അതെല്ലാം കൂടി എടുത്തുകൊണ്ട് എല്ലാവരും കൂടി ആ രജിസ്ട്രേഷൻ ഓഫീസിലെത്തി. കൃത്യം 12:30-1 മണിക്ക് ഈ 22.5 ലക്ഷം രൂപയും ദൈവം പലരുടെയും കൈകളിലൂടെ അവിടെ കൊണ്ടെത്തിച്ചു. രജിസ്ട്രേഷൻ നടന്നു. ഇത് സ്വർഗീയ കൂടാരത്തിന്റെ ഇന്നും ഒരു അത്ഭുതമാണ്. ഇത് ഞങ്ങളുടെ മിനിസ്ട്രിയിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് ചെയ്യും. വാഗ്ദത്തമുള്ള ഒരു ദൈവദാസനെ ദൈവം ഒരു പട്ടണത്തിൽ ഉറപ്പിക്കും. ആമേൻ. ദൈവം ഒരു വാഗ്ദത്തം ചെയ്താൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും ആ വാഗ്ദത്തങ്ങൾ മാറുകയില്ല എന്നുള്ള ഒരു അത്ഭുത സാക്ഷ്യമാണ് ഈ ഒരു സാക്ഷ്യം. ഇന്നിവിടെ ആയിരക്കണക്കിന് ദൈവമക്കൾ ഈ കൂടാരത്തിനകത്ത് ആരാധിക്കുമ്പോൾ അവർക്ക് ലൈവാണിത്. കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുക എന്റെ സാക്ഷ്യം. ആമേൻ. ഇത് സൈന്യത്താലല്ല, ഇത് ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാലാണ് എന്നുള്ളത് ദേശം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാക്ഷ്യമാണ് ഇന്ന് ഈ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആരോമ TVയിലെ എല്ലാ പ്രേക്ഷകരും ഈ സാക്ഷ്യത്തിനകത്ത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിന്റെ വാഗ്ദത്തം മാറുകയാണ്. ആമേൻ. ഞങ്ങൾക്ക് ആ വാഗ്ദത്തം പ്രാപിച്ചെടുക്കാൻ ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു, ഒരുപാട് നിന്ദകളിലൂടെ കടന്നു പോകേണ്ടി വന്നു, ഒത്തിരി ഒറ്റപ്പെടലുകളിലൂടെ കടന്നു പോകേണ്ടി വന്നു, ഒരുപാട് കേസുകളിലൂടെ, പട്ടിണിയിലൂടെ, നിന്ദകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. പക്ഷേ അവിടെ ഒന്നും പതറാതെ, അവിടെ ഒന്നും തളരാതെ, അവിടെ ഒന്നും അവിശ്വാസിയായി തീരാതെ, പിറുപിറുക്കാതെ, ആമേൻ, പുറകിലോട്ട് പോകാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുൻപിലോട്ട് തന്നെ പോയതുകൊണ്ട് ദൈവം ആകാശത്തിലെ കിളിവാതിൽ തുറന്നു എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഈ സ്വർഗീയ കൂടാരം ഈ പ്രദേശത്ത് സ്ഥാപിക്കുവാൻ ദൈവം കൃപ നൽകി. നിങ്ങൾക്കറിയാം, നമ്മുടെ ചർച്ചിന്റെ ലൈവ് ഹെവലി ടെന്റ് ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ ലൈവ് എല്ലാ ഞായറാഴ്ചയും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോ ഈ സ്ഥലത്ത് ഈ കൂടാരം ഒരു സാക്ഷ്യമായിട്ട് നിലനിൽക്കുമ്പോൾ ഇതിന്റെ പുറകിലത്തെ ഒരു സാക്ഷ്യം ഇതായിരുന്നു. ഇതിന്റെ പ്രോപ്പർട്ടി വാങ്ങിക്കുവാൻ ദൈവം തുറന്ന ഒരു അത്ഭുത ഉറവ അങ്ങനെയായിരുന്നു. തുറന്നുള്ള സമയങ്ങളിൽ പിന്നെ ദൈവജനത്തെ ദൈവം അനുഗ്രഹിക്കുവാനിടയായി. ഈ കൂടാരത്തിനകത്ത് കയറിയ ഒരു കുഞ്ഞിനെ പോലും ദൈവം അനുഗ്രഹിക്കാതിരുന്നിട്ടില്ല. എല്ലാവരും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്ത് പ്രവേശിച്ചത്. അവരുടെ തലമുറകളെ ദൈവം വിദേശത്തേക്ക് അയച്ചു. അവരിൽ പലരും വിദേശത്തേക്ക് കടന്നുപോയി. അവരിൽ പലരെയും ദൈവം ചെറിയ വീടുകളായിരുന്നു, മനോഹരമായ ഭവനങ്ങളെ കൊടുത്തു. ചാണകം മെഴുകിയ ചെറ്റക്കുടിലുകളായിരുന്നു അവർക്ക്, ടെറസിട്ട വീടുകൾ, മനോഹരമായ ഭവനങ്ങൾ ദൈവം കൊടുത്തു. ദൈവം ആർക്കും കടക്കാരനല്ലെന്ന് അവരനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയപ്പോ അവരുടെ കൈകൾ തുറക്കുവാൻ പിന്നെ തുടങ്ങി. വിശ്വാസികളുടെ കൈകൾ പിന്നെ തുറക്കുവാനിടയായി. ഇന്ന് ഏകദേശം ഒരു 5500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു
ടെന്റിനകത്ത്, ഒരു കൂടാരത്തിനകത്തിരുന്നു കൊണ്ടാണ് ഞാൻ ആരോമ TV പ്രേക്ഷകരോട് ഈ സാക്ഷ്യം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ദൈവമക്കളെ, ഈ ടെന്റ് വരെ പണിതെടുക്കാൻ 2 മാസമേ എടുത്തുള്ളൂ. ഈ ടെക്നോളജിയിൽ 2 മാസമേ എടുത്തുള്ളൂ. നെഹമ്യാവ് എഴുന്നേറ്റ് പണിതതുപോലെ, അവരുടെ കൂടെ, നെഹമ്യാവിന്റെ കൂടെ ജനം നിന്നതുപോലെ ഈ സ്ഥലത്ത് അങ്ങനെ ഒരു ടെന്റ് പണിയാൻ വെറും 2 മാസമേ എടുത്തുള്ളൂ. 5500 സ്ക്വയർ ഫീറ്റോളമുള്ള ഒരു ടെന്റ്, ഒരു ജനത്തിന് ഇരിക്കാൻ പറ്റിയ ഒരു ഹാള് പെട്ടെന്ന് പണിയുവാനിടയായി തീർന്നു. ഇന്ന് 100 കണക്കിന് കുടുംബങ്ങൾ ഇവിടെ ദൈവകൃപയാൽ ആരാധിക്കും. 350 അധികം കുടുംബങ്ങൾ സ്നാനപ്പെട്ട് കുടുംബമായി ഇവിടെ ദൈവത്തെ ആരാധിക്കും. എല്ലാവരും കൂടി വന്നാൽ ഏകദേശം നല്ലൊരു ജനസംഖ്യ ഇതിനകത്ത് ഇന്ന് ദൈവത്തെ ആരാധിക്കും. പുന്മുടി വിതുര റൂട്ടിലാണ് ഈ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. ദൈവകൃപയാൽ ഈ സ്ഥലത്തേക്ക് ആൾക്കാർ വരണമെങ്കിൽ, ഈ ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം 24 കിലോമീറ്റർ അകത്തോട്ടിരിക്കുന്ന ഈ പ്രദേശത്തേക്ക് ജനം ഒഴുകിയെത്തണമെങ്കിൽ ദൈവത്തിനൊരു വാഗ്ദത്തം ലോകസ്ഥാപനത്തിന് മുൻപേ ഈ സ്ഥലത്തെക്കുറിച്ച് ഉണ്ടായിരുന്നു. എന്നെക്കുറിച്ച് ദൈവത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. എന്നെ ഇങ്ങോട്ട് അയക്കണമെന്നും ഇവിടെ ഒരു മിഷണറി ആയി പ്രവർത്തിക്കണമെന്നും ഈ പ്രതികൂലങ്ങളെ തരണം ചെയ്ത് ഈ ദേശത്തുനിന്ന് ആത്മാക്കളെ നേടണമെന്നുള്ള ഒരു ദൈവിക നിയോഗം അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഉരുവായപ്പോഴേ ദൈവത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവകൃപയാൽ അങ്ങനെ തക്കയോഗ്യമായിട്ടൊരു കുടുംബജീവിതം കൂടെ ഉണ്ടായെങ്കിൽ ഒരു ശുശ്രൂഷകന് ആ ദേശത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അനുഗ്രഹിക്കപ്പെട്ട ഒരു തുണയെ ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ. അതോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവം എനിക്ക് തരാനിടയായി. മൂത്ത കുഞ്ഞ് ഒരു സുവിശേഷകനെ സംബന്ധിച്ചോളം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ, ആ നിലകളിൽ അവർ ഡോക്ടറാക്കാൻ, അല്ലെങ്കിൽ അവരെ ഒരു ഉന്നത സ്ഥാനങ്ങളിൽ പഠിപ്പിക്കാൻ നമുക്കറിയാം ഒരു സുവിശേഷകന്റെ കപ്പാസിറ്റി. പക്ഷേ മൂത്ത കുഞ്ഞ് ഇന്ന് BDS ഡോക്ടറായി അവൾ പുറത്തേക്ക് ഇറങ്ങി. രണ്ടാമത്തെ കുഞ്ഞ് ഫെയ്ത്ത്, അവന് BSW ഡിഗ്രി പഠിച്ച് ദൈവകൃപയാൽ പുറത്തേക്ക് ഇറങ്ങി. ഇളയ കുഞ്ഞ് അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഡിഗ്രി. അപ്പോൾ ഇവരെയൊക്കെ പഠിപ്പിക്കുവാൻ, അവരുടെ വിദ്യാഭ്യാസത്തെ ചെയ്തെടുക്കുവാൻ, ആ മൂത്ത കുഞ്ഞിന്റെ വിവാഹം കഴിച്ചു വിടുവാനൊക്കെ ഇടയായി തീർന്നത് മറ്റാരുടെയും സപ്പോർട്ടോ അല്ലെങ്കിൽ മറ്റൊരു അസറ്റോ ഞങ്ങൾക്കുള്ളത് കൊണ്ടല്ല. ഈ വേല വിശ്വസ്തയോടെ ചെയ്യാൻ ഞങ്ങൾ കുടുംബമായി തയ്യാറായതുകൊണ്ട്, അവൻ ആർക്കും കടക്കാരനാകാത്തത് കൊണ്ട് ദൈവം ഞങ്ങളുടെ കാര്യത്തിനകത്ത് ഇതുവരെയും വിശ്വസ്തനായിരുന്നു. ആമേൻ. എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് തന്നെ കാണുന്ന ഏതെങ്കിലും അഭിഷക്തന്മാരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ വേലയ്ക്ക് പ്രതിഫലമുണ്ട്, നമ്മുടെ അധ്വാനത്തിന് പ്രതിഫലമുണ്ട്, നമ്മുടെ ഓട്ടത്തിന് പ്രതിഫലമുണ്ട്. നിങ്ങൾ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ദൈവത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നീങ്ങുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളായിരിക്കുന്ന ദേശത്ത്, നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ, നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് നമ്മളെ കർത്താവ് വർദ്ധിപ്പിക്കും. വചനം പറയുന്നു, അബ്രഹാമിന്റെ കാലഘട്ടമായപ്പോൾ, അബ്രഹാമിന്റെ വാഗ്ദത്ത കാലമായപ്പോൾ അബ്രഹാം വർദ്ധിച്ചു പെരുകി. അബ്രഹാം വർദ്ധിച്ചു പെരുകി. ദൈവാത്മാവ് ഇന്ന് പകൽ ആരോടൊക്കെയോ ഇടപെടുകയാണ്. നിങ്ങളുടെ വാഗ്ദത്ത കാലമാകുമ്പോൾ നിങ്ങൾ വർദ്ധിച്ചു പെരുകും. ആമേൻ. നിങ്ങളെ സഭ വർദ്ധിച്ചു പെരുകും, നിങ്ങളെ കുടുംബം വർദ്ധിച്ചു പെരുകാനിടയായി തീരും. വാഗ്ദത്ത കാലമായിട്ടുണ്ടെങ്കിൽ ആമേൻ. അതുവരെയും ചിലപ്പോൾ അബ്രഹാമിന്റെ വഴിയാത്രയിൽ നിന്ദകൾ നേരിട്ടില്ലേ? അബ്രഹാമിന്റെ സഹോദരനുമായി വഴക്കുകൾ കൂടിയില്ലേ? അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒത്തിരി പരീക്ഷകൾ നേരിട്ടില്ലേ? പക്ഷെ ബൈബിൾ ആമേൻ വചനം എഴുതിയപ്പോൾ, അല്ലെങ്കിൽ വചനം നമുക്ക് തന്നപ്പോൾ ഇങ്ങനെയാണ് വചനം പറയുന്നത്, അബ്രഹാമിന്റെ വാഗ്ദത്ത കാലമായപ്പോൾ അബ്രഹാം വർദ്ധിച്ചു പെരുകി. ആമേൻ. ഈ അനുഭവ സാക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവദാസന്മാരോട്, ദൈവമക്കളോട് പറയട്ടെ, നമ്മുടെ വാഗ്ദത്ത കാലമാകുമ്പോൾ നമ്മുടെ വാഗ്ദത്തങ്ങളെല്ലാം വർദ്ധിക്കും. നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം വെളിപ്പെട്ടു വരും. നമ്മുടെ തലമുറകൾ ദേശത്ത് വെളിപ്പെട്ടു വരും. നമ്മുടെ സഭ ദേശത്ത് വെളിപ്പെട്ടു വരും. നമ്മുടെ കുടുംബം ദേശത്ത് വെളിപ്പെട്ടു വരും. നമ്മുടെ നന്മകൾ ദേശത്ത് വെളിപ്പെട്ടു വരും. അതുവരെ ആ പ്രോസസ്സിങ്ങിനകത്ത്, ആ കഷ്ടതയുടെ ആ ലേണിംഗ് പീരീഡിന്റെ അകത്ത് ആമേൻ നമ്മൾ ഇരിക്കുമ്പോൾ വിശ്വസ്തയോടെ ഇരുന്നാൽ ആ തോട് പൊളിച്ച് ആ ചിത്രശലഭം പുറത്തു വരുന്ന പോലെ, ആ പക്ഷി ചിറകടിച്ച് പുറത്തേക്ക് വരുന്ന പോലെ നമുക്കും ഒരു നല്ല കാലം, ഒരു ശുഭകാലം മുൻപിലുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവൻ എന്റെ ഉപനിധിയാണ്, എന്നെ അവസാനത്തോളം കാക്കാൻ ശക്തനാണ് എന്ന് ദൈവപൈതരെ വിശ്വസിച്ചാൽ നമ്മുടെ കർത്താവ് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോകുന്ന ഒരു ദൈവമല്ല. അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ് എന്നുള്ള അനുഭവങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവം ആമേൻ കഴിഞ്ഞ കാലങ്ങളിൽ അല്ല ഇന്നും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ജീവന്റെ സാക്ഷ്യവുമായി എനിക്ക് ആരോമ TVയിൽ കടന്നു വരാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. കർത്താവിന്റെ അഭിഷേകത്തിനോടുള്ള സ്നേഹത്തെയും നന്ദിയും ഞാനിപ്പോൾ അറിയിക്കുകയാണ്. ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ശോഭൻ രാജിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പങ്കുവയ്ക്കുവാൻ അവസരം ഒരുക്കിയത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 1-2 കാര്യങ്ങൾ ദേവദാസനോട് എനിക്ക് ചോദിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. അവിടെ
ആ, ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെ കുറിച്ചൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അവിടുത്തെ മുൻപുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് ദേശത്തിന് വലിയ മാറ്റം ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും. ഓക്കെ. ഇപ്പോൾ സത്യത്തില് ചർച്ചിന്റെ പേരിലാണ് ദേശം അറിയപ്പെടുന്നത്. ആമേൻ. ചർച്ച് വന്ന ശേഷം ഇവിടുത്തെ ചുറ്റുപാടെല്ലാം മാറി. ആക്ച്വലി ഇത് ഈ സ്ഥലത്തിന് ടോൾ ജംഗ്ഷൻ എന്ന് അറിയപ്പെടുന്നു. ഈ ആൾക്കാർ ബസ്സിൽ ഇപ്പൊ ടിക്കറ്റ് എടുക്കുമ്പോൾ സ്വർഗീയ കൂടാരത്തിൽ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കുന്നത്, നെടുമങ്ങാട് നിന്ന് ടിക്കറ്റ് എടുക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ദേശത്തിന്റെ സ്ഥിതി മാറാനിടയായി. പണ്ടൊക്കെ ഈ നമ്മുടെ ഈ ദേശത്ത് ഇവിടുത്തെ പ്രോപ്പർട്ടിക്കൊക്കെ വിലയില്ല. ഈ ചർച്ച് വന്ന ശേഷം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ ട്രിവാൻഡ്രം ടൗണിലുള്ളതിനേക്കാൾ ഈ ചർച്ചിന് അടുത്ത് കിടക്കുന്ന പ്ലോട്ടിനൊക്കെ വില കൂടി. അപ്പം അതാണ് ദൈവത്തിന്റെ ആ ഒരു പ്രവൃത്തി, ആ മഹത്വം ദേശത്തിറങ്ങുമ്പോൾ ചർച്ചിനകത്തുനിന്ന് വെളിപ്പെടുന്ന ദൈവ തേജസ് ചുറ്റുപാടുള്ള നമ്മുടെ അടുത്തുള്ളവർ തന്നെ പറയാറുണ്ട്, അവർക്ക് തന്നെ ഒരു പ്രകാശമാണെന്ന് പറയാറുണ്ട്. ഒത്തിരി മാറ്റം ദൈവകൃപയാൽ ദൈവദാസന് ദൈവസഭ ഈ ദേശത്ത് വന്ന ശേഷം ഉണ്ടാകാനിടയായി. നേരത്തെ ഉണ്ടായ ദേശത്തിൻ്റെതായ എതിർപ്പുകൾ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോൾ സത്യത്തില് അവരിൽ പലരും ഇതിനകത്ത് സത്യത്തില് വിശ്വാസികളായി മാറി. അവര് അതൊരു ഭയങ്കര ഒരു അത്ഭുതമാണ്. അവരിൽ പലരും വിശ്വാസികളായി മാറി. ചിലരൊക്കെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണ്. അവരൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് ഞങ്ങളെ സന്ദർശിക്കാറുണ്ട്, വന്ന് സമയം ചെലവിടാറുണ്ട്. ഞാനും അതുപോലെ അവരുടെ ഇടയിൽ അവരുടെ ഒരാളായിട്ട് നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു പ്രയാസം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അന്ന് ഈ ടൗണിൽ ഇറങ്ങിയിട്ട് സ്വർഗീയ കൂടാരം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ റോട്ടിൽ നിൽക്കുന്ന ആൾക്കാർ പറയും ഇവിടെ അല്ല, ദൂരെയാണ്, നിങ്ങൾക്ക് ഈ വണ്ടി കയറി അവിടെ ചെന്നെത്താന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരെ വഴി തെറ്റിച്ചു വിടും. ഇന്ന് അങ്ങനെ ഒരാൾ ഇവിടെ വന്ന് സ്വർഗീയ കൂടാരത്തിൽ തിരക്കിയാൽ ദേണ്ടേ അവിടെയാണ് സ്വർഗീയ കൂടാരം, അവിടെ ഒരു പ്രവാചകനുണ്ട്, അവിടെ കയറി വെക്കുമെന്ന് പറഞ്ഞ് ഇന്ന് വഴി കാണിച്ചു കൊടുക്കും. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. നേരത്തെ വന്ന് ഇറങ്ങുന്ന ആൾക്കാരെ വണ്ടി കയറ്റിയിട്ട് അവർ പറഞ്ഞു വിടും, അപ്പുറത്ത് ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്താണ്. പക്ഷെ ഇന്ന് ദൈവകൃപയാൽ ആര് ജംഗ്ഷനിൽ വന്നിറങ്ങിയിട്ട് സ്വർഗീയ കൂടാരം ചോദിച്ചു കഴിഞ്ഞാൽ ദേണ്ടേ അവിടെയാണ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കത്തക്ക വണ്ണം ജനത്തിന്റെ ഹൃദയത്തെ ദൈവം മാറ്റി. അതുപോലെ ദൈവം ദേശത്തെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നു. സുവിശേഷ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവിടെ സമൂഹത്തില് എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങള് സ്വർഗീയ കൂടാരത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടോ? ഞങ്ങള് എല്ലാ വർഷവും ഈ സഭയിലെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, കൂടുതലും പുറത്തുള്ള കുഞ്ഞുങ്ങൾക്ക്, ഈ കൂടുതലും ഇവിടുത്തെ കമ്മ്യൂണിറ്റിയിലുള്ള കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണം 300-400-ലധികം കുഞ്ഞുങ്ങൾക്ക് അത് സമൂഹത്തിലെ ഏറ്റവും നല്ല മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ഇവിടുത്തെ MLA, MP, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ തുടങ്ങി കുറച്ച് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ചർച്ചിന്റെ പേരിൽ തന്നെ അവർക്ക് എല്ലാ വർഷവും നല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതും നല്ലൊരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നുള്ളൂ എന്നൊരു വലിയൊരു. സ്വർഗീയ കൂടാരത്തിന്റെ അവിടുത്തെ ഈ പ്രവർത്തനം അവിടെ ആരംഭിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇവിടെ ഇപ്പൊ ഈ പ്രോപ്പർട്ടി വാങ്ങിച്ച് ഞങ്ങൾ ഈ ബിൽഡിംഗ് പണിത് ഇവിടെ ആരംഭിച്ചിട്ട് ഏകദേശം ഒരു 14 വർഷം. ഓക്കെ. ഈ ഞായറാഴ്ചത്തെ സഭായോഗം മാത്രമേ ഉള്ളൂ അതോ മറ്റെന്തെങ്കിലും? ഞായറാഴ്ച സഭാരാധന, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന. പിന്നെ നമുക്ക് ഓരോ ഏരിയയിലും ലീഡേഴ്സിനാക്കി ഏകദേശം ഒരു 10ഓളം ദേവദാസന്മാർ കൂടെ ഇവിടെ നിന്ന് ദൈവം പിക്കപ്പ് ചെയ്ത് അവര് ട്രെയിൻ ചെയ്ത് അങ്ങനെയുള്ള ദേവദാസന്മാർ കൂടെയുണ്ട്. ഓരോ ഏരിയയിലും കോട്ടേജ് മീറ്റിംഗ്, സോൺ മീറ്റിംഗ്, അങ്ങനെയുള്ള മീറ്റിംഗ്സുകൾ എല്ലാ ദിവസവും നടക്കും. അങ്ങനെയുള്ള 1000-ലധികം വിശ്വാസികൾ ഇപ്പോൾ ഉണ്ടെന്ന് മനസ്സിലാക്കും. ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദൈവം ഇവരെ എല്ലാം ദൈവദാസന് സന്ദർശിക്കാന് അവരുടെയൊക്കെ വീടുകളിൽ എത്തിച്ചേരാൻ കഴിയുന്നുണ്ടോ? എല്ലായിടത്തും എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓരോ സോണിൽ ഓരോ ലീഡേഴ്സിനാക്കി. അപ്പൊ ആ ലീഡേഴ്സ് ആ ഏരിയ വിസിറ്റ് ചെയ്യുകയും അവിടെയുള്ള കാര്യങ്ങൾ എന്നെ വന്ന് അറിയിക്കുകയും ചെയ്യും. എമർജൻസി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഞാനും കുടുംബമായിട്ട് പോയി അവിടെ വിസിറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഓരോ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ മറ്റ് വടക്കൻ ഏരിയകൾ അഥവാ മലബാർ ഏരിയകളിലും സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഒരുപാട് ഗ്രാമങ്ങൾ, പഞ്ചായത്തുകൾ, റിമോട്ട് ഏരിയകൾ ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട്. ഏതാണ്ട് ഒരു 30-40% പഞ്ചായത്തുകളിൽ സഭകളില്ല.
ഒരു 20% പഞ്ചായത്തുകളിൽ സുവിശേഷം എത്തിയിട്ടില്ല എന്നുള്ള കാര്യം കേരളത്തിലുള്ള അനേക ദൈവദാസന്മാർക്കോ സംഘടനകൾക്കോ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കോ അറിയത്തില്ല. കേരളത്തിൽ ഇത്രയധികം പഞ്ചായത്തുകളില് ജനങ്ങളിലേക്ക് സുവിശേഷം എത്തുവാൻ ഇനിയും ബാക്കി കിടക്കുന്നു. അതുപോലെ പല ഗ്രാമങ്ങളിലും ഒറ്റ ക്രിസ്ത്യാനികളില്ലാത്ത പഞ്ചായത്തുകൾ കേരളത്തിലുണ്ട്. അപ്പോ ആ ഗ്രാമങ്ങളിൽ അവിടെയും സുവിശേഷം എത്തണം, ആത്മാക്കൾ വിടുവിക്കപ്പെടണം, ദൈവനാമം അവിടെയും മഹിമപ്പെടണം, അവിടെയുള്ള ജനങ്ങൾ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാ. ഞാൻ കർത്താവിന്റെ ദാസന്റെ ബൈബിൾ സ്കൂൾ പഠനത്തിന് ശേഷം വടക്കേ ഇന്ത്യയിൽ, ഞാനിപ്പോൾ ഗുജറാത്തിലാണ്, ഞാൻ വടക്കേ ഇന്ത്യയിൽ ഇതുപോലെ ഒരു ദർശനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വന്ന ഒരു വ്യക്തിയാണ്. ബൈബിൾ സ്കൂൾ പഠനം കഴിഞ്ഞപ്പോൾ ദേവദാസൻ പറഞ്ഞതുപോലെ അവിടെ മിഷണറി ചലഞ്ച് ചാപ്പിൾ സർവീസുകൾ ഉണ്ടായിരുന്നു. ആ സന്ദർഭങ്ങളിൽ മിഷണറിമാരെ വന്ന് ഞങ്ങളുടെ ചാപ്പിൾ സർവീസുകളിൽ ചലഞ്ച് ചെയ്ത് ആ ഒരു ചലഞ്ച് ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ആണ് വടക്കേ ഇന്ത്യയുടെ ഒരു ദർശനവുമായിട്ട് ദീർഘവർഷങ്ങൾക്ക് മുൻപ് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ വടക്കേ ഇന്ത്യയിൽ വരാനിടയായി തീർന്നു. അന്ന് മുതൽ ഇന്ന് വരെയും വടക്കേ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ ഇപ്പോൾ ഗുജറാത്തിലും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, വടക്കേ ഇന്ത്യയേക്കാൾ ഡ്രൈ ആയിട്ടുള്ള പല ഗ്രാമങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ കേരളത്തില് എന്നാൽ ചില സ്ഥലങ്ങളിൽ ഒരു ഗ്രാമത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ തന്നെ 300 സഭകളുള്ള പഞ്ചായത്തും ഉണ്ട്. ഓക്കെ. അതേസമയം ഒരു പഞ്ചായത്തിൽ ഒറ്റ ചർച്ച് പോലും ഇല്ലാത്ത, ക്രിസ്ത്യാനികളില്ലാത്ത പല പഞ്ചായത്തുകളും ഉണ്ട്. എന്താണ് കർത്താവിന്റെ ദാസൻ ഇങ്ങനെ ചുള്ളിമാനൂർ എന്ന് പറയുന്ന ഒരു ദേശത്ത് പോയപ്പോൾ ഉണ്ടായ ആ ഒരു അനുഭവം വെച്ചും ഇന്നത്തെ ആ ഒരു അനുഭവം വെച്ചും ഇങ്ങനെയുള്ള ദേശത്തെക്കുറിച്ചുള്ളതായ ദൈവദാസന്റെ കാഴ്ചപ്പാടും വളർന്നു വരുന്ന തലമുറയോട് അല്ലെങ്കിൽ സുവിശേഷ വേലക്കാരോട് അല്ലെങ്കിൽ ഇന്ന് ഒരു സഭയുടെ സെറ്റപ്പിൽ ഒരു ചുറ്റുപാടിൽ വളരെ സുരക്ഷിതമായ ഒരു സാഹചര്യത്തിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടൊക്കെ ദൈവദാസന്റെ അനുഭവം വെച്ച് എന്താണ് അവരിലേക്ക് ഒരു സന്ദേശം എത്തിക്കാനുള്ള ഒരു ചിന്ത, ദൈവദാസന്റെ ഒരു ചിന്ത എന്താണെന്ന് കൂടി ഇന്ന് പറയാമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ IPC-യിലായിരുന്നു എന്റെ മാതൃസഭ IPC ആണ്. ഞാൻ കണ്ടത് ആ സമയത്തൊക്കെ IPC-യിലെ പാസ്റ്റേഴ്സിനെയും ആ ജനത്തെയൊക്കെയാണ് കണ്ടത്. പക്ഷെ എന്റെ വിഷൻ എനിക്ക് ആ ഒരു ദർശനം കിട്ടിയത് ബൈബിൾ കോളേജിൽ നിന്നാണ്. അപ്പൊ ദൈവത്തെ അറിയാത്ത ഗ്രാമങ്ങളുണ്ടെന്നും സ്റ്റേറ്റുകൾ ഉണ്ടെന്നും ഇത്ര ലക്ഷം ആൾക്കാർ യേശുവിനെ കുറിച്ച് ഇന്ത്യയിൽ കേൾക്കാനുണ്ടെന്നും ഒക്കെ ആ ഒരു ദർശനം കിട്ടിയത് എനിക്ക് ബൈബിൾ കോളേജിൽ നിന്നാണ്. പക്ഷെ അത് തിരിച്ചറിഞ്ഞത് ഞാൻ കേരളത്തിൽ വന്ന് ഈ സഹോദരി എന്നോട് പറഞ്ഞപ്പോഴാണ്. നോർത്ത് ഇന്ത്യ പോലെ കേരളത്തിലും ദൈവവചനം എത്താത്ത, നേരത്തെ ദേവദാസൻ പറഞ്ഞ പോലെ പഞ്ചായത്തുകളുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് തിരിച്ചറിയാനിടയായി. ഞാനിപ്പോൾ ഈ നെടുമങ്ങാട് ചുള്ളിമാനൂര് നിൽക്കുന്ന ഈ സ്ഥലത്ത് നമ്മുടെ തൊട്ടടുത്താണ് പൊന്മുടി. ഈ പൊന്മുടിയുടെ അകത്ത് ട്രൈബൽസ് ഏരിയ ഉണ്ട്. അവിടെയും ഇതുവരെ സുവിശേഷം എത്തിയിട്ടില്ല. അതുപോലെ ഞങ്ങളുടെ ഈ പല സ്ഥലങ്ങൾക്കകത്തും സുവിശേഷം എത്താത്ത സ്ഥലങ്ങളുണ്ട്, ട്രൈബൽസ് ഏരിയ ആയിട്ട് കിടക്കുന്ന ഇടങ്ങളിൽ. എന്നാൽ ടൗണുകൾക്കകത്ത് ഒരുപാട് പാസ്റ്റേഴ്സ്, ഒരുപാട് പ്രവർത്തനങ്ങൾ, കൺവെൻഷനുകൾ, ഉപവാസ പ്രാർത്ഥന നടക്കാറുണ്ട്. ഈ ഏരിയയിലൊന്നും ആർക്കും പോകാൻ പറ്റില്ല. അവിടെ പോയാൽ ഒത്തിരി തടസ്സങ്ങളുണ്ട്, അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ആ ഒരു ദർശനം നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാൻ ഇതുവരെ ദേവദാസന്മാർ തയ്യാറായിട്ടില്ല. അവർക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ തലമുറയ്ക്കകത്ത് ആ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ അവർ പോകും. അവർ ആ ഇടങ്ങളിലേക്ക് പോയാൽ, ഞാൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇത്രത്തോളം ഉയർത്തിയതുപോലെ അങ്ങനെ മിഷണറിമാര്, നമ്മുടെ ദേവദാസന്മാര് ദർശനം കൊടുത്ത് വിടുകയാണെങ്കിൽ വലിയൊരു ദൈവപ്രവൃത്തി നമ്മൾക്ക് കാണാൻ കഴിയും. പക്ഷെ അത് അങ്ങനെ കൊടുക്കണം, അവരുടെ ഉള്ളിലേക്ക് ആ ഒരു ബോധ്യം കൊടുക്കും. അല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനും ആ സ്ഥലങ്ങൾ മനസ്സിലാക്കി അവിടേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സഭയിലൂടെ ബ്രാഞ്ച് പ്രവർത്തനങ്ങൾ അങ്ങോട്ട് വിശാലമാക്കാനും ഒക്കെ ദൈവദാസന്മാർ തയ്യാറാകും. ഇത് നമ്മൾ എപ്പോഴും പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ടൗണിനകത്താണ്. നമ്മൾ ജനക്കൂട്ടങ്ങൾ ഉള്ളിടത്താണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ കണ്ടക്ട് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് പോകാൻ
ദൈവദാസന്മാർ തയ്യാറല്ല. അതുകൊണ്ടാണ് ഈ കണ്ടുപിടിക്കാൻ പറ്റാത്തത്. ഞാൻ എവിടെ വരുമ്പോഴെല്ലാം ആൾക്കാരോട് ചോദിക്കാറുണ്ട്, എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള. ഇന്ന് ഞാൻ രാവിലെ പോയപ്പോൾ ഒരിടത്ത് പോയി പറഞ്ഞു, അവിടെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്നുണ്ട്, പക്ഷെ അവിടെ പെർമിഷൻ എടുത്താലേ അകത്ത് കയറാൻ കഴിയും. അവരിതുവരെ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. അത് ഞങ്ങൾ ഇരിക്കുന്നതിന്റെ ഒരു 15 കിലോമീറ്റർ അടുത്തായിട്ടുള്ള സ്ഥലമാണ് അതൊക്കെ. അത് ഇച്ചിരി ഒരു ട്രൈബൽ ഏരിയ ആണ്, ഒരു വനപ്രദേശമാണ്. അവിടെ ചെല്ലാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഒത്തിരി സ്ഥലങ്ങൾ, നേരത്തെ ദിവസം പറഞ്ഞതുപോലെ ഒത്തിരി സ്ഥലങ്ങൾ കിടക്കുന്നു. അവിടെ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് പോകാൻ ഈ തലമുറയ്ക്ക് ദർശനങ്ങൾ കൊടുത്താൽ ഉറപ്പായിട്ടും നമുക്ക് ആ സ്ഥലങ്ങളിലൊക്കെ സുവിശേഷം എത്തിക്കാൻ കഴിയും. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. ഞാൻ ആഗ്രഹിക്കുന്നതും, ഇവിടെ നിന്നിപ്പോൾ ഒരാൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് അവരെ ട്രെയിൻ ചെയ്യുന്ന അങ്ങനെയാണ്. അവരിൽ പലരെയും ഞാൻ നോർത്ത് ഇന്ത്യയിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. UP-യിൽ ചില കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, ഡൽഹിയിലുണ്ട്. അപ്പൊ അവരുടെ ഉള്ളിൽ ഞാൻ കൊടുത്തതെല്ലാം ഇതായിരുന്നു. ഇന്നത്തെ തലമുറ മുഴുവൻ കാണുന്നത് കോട്ടും സൂട്ടും ഇട്ട് TV-യിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നിൽക്കുന്ന ആ സുവിശേഷനെയാണ് കാണുന്നത്. അപ്പൊ അവർക്ക് കിട്ടുന്ന ദർശനവും അവരുടെ പ്ലാനും അവരുടെ ഐഡിയയും ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പോയാൽ അങ്ങനെ നിൽക്കാമെന്ന. പക്ഷെ കുറച്ചു ദിവസം പോവും, പിന്നെ അവര് നേരെ ഡൗൺ ആയി. ചിലര് വിശ്വാസി പോലും കാണത്തില്ല, ചിലര് കൃപയെ പോലും കാണത്തില്ല. അങ്ങനെ ഇന്നത്തെ സുവിശേഷ വേല പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ അപ്പുറം ഞാൻ എല്ലാ അഭിഷക്തന്മാരോട് പറയുന്നു, നമ്മുടെ തലമുറ നമുക്ക് ദൈവം തന്ന നിധികളാണ്. അവരുടെ ഉള്ളിലേക്ക് സുവിശേഷത്തിന്റെ യഥാർത്ഥപൂർണമായിട്ടുള്ള ദർശനം ഇട്ടുകൊടുക്കുകയാണ്. അവര് ഉറപ്പായിട്ടും ദേശങ്ങളെ പിടിക്കും, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നു പോകും. നമുക്ക് പെട്ടെന്ന് നമ്മുടെ കൊച്ചു കേരളത്തെങ്കിലും നമുക്ക് സുവിശേഷീകരിക്കുവാൻ തക്കവണ്ണം കഴിയും. 5 ലക്ഷം ഗ്രാമങ്ങളെ ഒന്നും നമുക്ക് പെട്ടെന്ന് സുവിശേഷീകരിക്കപ്പെടാൻ പറ്റിയില്ലെങ്കിൽ നമ്മളായിരിക്കുന്ന നമ്മുടെ ചർച്ചിന്റെ സറൗണ്ടിങ് ഏരിയയിൽ, നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ ഏരിയയിൽ നമുക്ക് ഒരു വീട് പോലും മാറ്റിവെക്കാതെ എല്ലാ വീടിനോടും സുവിശേഷം പറയുക എന്നുള്ളതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. യേശു ദൈവമാണ് എന്ന് അവരോട് അറിയിക്കുക. അത്രയുമെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാര് ചുരുക്കം. കൊയ്ത്തിന്റെ യജമാനോട് വേലക്കാരെ അയക്കേണ്ടതിന് പ്രാർത്ഥിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കൊയ്ത്ത് ശേഷിക്കുക, വലിയൊരു ശേഷിപ്പുണ്ട്. ഷീജ ശോഭൻ രാജ സഹോദരിയും താന് വിവാഹത്തെ കുറിച്ചുള്ളതായ സ്വപ്നം കാണുമ്പോൾ തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ചിന്ത 7 നില കെട്ടിടത്തിന്റെ മുകളിലിരിക്കുന്ന വലിയ ഒരു സുവിശേഷകനെയാണ് ആ സഹോദരിയുടെ സ്വപ്നത്തിലുണ്ടായിരുന്നത്. എന്നാൽ ആ സഹോദരിക്ക് 7 നിലയിൽ നിന്ന് താഴെ ഇറങ്ങേണ്ടി വന്നു. ഗ്രാമത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ കണ്ടതായ സാരി ചുറ്റിയതായ ഒരു ഷെഡ്, അതിനകത്ത് കയറി ഇരുന്ന് ആ സർവശക്തനായ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും ആ സഹോദരി പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ താണിറങ്ങി വരേണ്ടി വരും എന്ന്. ഒരിക്കലും ആ സഹോദരിയുടെ ചിന്ത അതായിരുന്നില്ല, ആഗ്രഹം അതായിരുന്നില്ല. ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യ പ്രേക്ഷകരെ, നമ്മുടെയൊക്കെ ദർശനവും ചിന്തയും സ്വപ്നവും ഒക്കെ ഇതുപോലെ 7-ാം നിലയുടെ മുകളിലെ ചിന്തയും സ്വപ്നവും ഒക്കെയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലെ സകല മഹിമകളും അവിടെ മാറ്റി വെച്ചിട്ട് ഈ താണ ലോകത്തേക്ക് ഇറങ്ങി വന്നത് കൊണ്ടല്ലേ നമുക്ക് ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. നമുക്കൊന്ന് ഇറങ്ങി വരാം. നമ്മൾ വളരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ നമ്മൾ ഒതുങ്ങിക്കൂടുവാൻ ശ്രമിക്കുന്നവരാ. സുരക്ഷിതമായ സ്ഥലങ്ങളിൽ, സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുവാനാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ ദാസൻ ശോഭൻ രാജ് കേസും വഴക്കും പരിഹാസവും അപമാനവും നിന്ദയും ഒക്കെ ശുശ്രൂഷാമുഖത്ത് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു. പക്ഷേ സ്വർഗത്തിലെ ദൈവം എല്ലാത്തിനും മുകളിൽ അത്ഭുതകരമായ ക്രമീകരണങ്ങളും അത്ഭുതകരമായ വഴികളും തുറന്നു കൊടുത്ത് ഇന്ന് ആ ദേശം ആ ദൈവദാസന്റെ പേരിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ പേരിൽ, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ പേരില് സ്വർഗീയ കൂടാരം, ഹെവൻലി ചർച്ച് എന്ന പേരില് ആ ദേശത്ത് ചുള്ളിമാനൂർ പട്ടണത്തിൽ അറിയപ്പെടുവാൻ, ആ ദേശത്തിനൊരു വില, ആ ദേശത്തിനൊരു മാന്യത, ആ ദേശത്തിനൊരു അംഗീകാരം, ആ ദേശത്തെ ഫലപുഷ്ടമാക്കി തീർക്കുവാൻ
ദൈവം അദ്ദേഹത്തെ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അവിടെ ഉപയോഗിക്കുവാനിടയായി തീർന്നു എങ്കിൽ ഞങ്ങളെ ശ്രവിക്കുന്ന ചില പ്രിയപ്പെട്ടവരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നു, നിങ്ങളത് ഏറ്റെടുക്കുവാൻ, തിരഞ്ഞെടുക്കുവാൻ തയ്യാറാകണം. കേരളത്തിൽ ഇനിയും 40% പഞ്ചായത്തുകളിൽ സുവിശേഷം എത്തിയിട്ടില്ല, ചർച്ചുകളില്ല. 20% പഞ്ചായത്തുകളിൽ ക്രൈസ്തവരാരും തന്നെയില്ല. സ്തോത്രം. ഞാനും നിങ്ങളും ദൈവം മുൻപാകെ കണക്ക് പറയേണ്ടുന്നവരാ. നമ്മുടെ ഭാഷ സംസാരിക്കുന്ന നമ്മുടെ സമസൃഷ്ടങ്ങൾ നമ്മിൽ ഒരുവനെ പോലെ ദൈവം മുൻപാകെ നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ അവർ നശിച്ചു പോയാൽ നാം കണക്ക് പറയേണ്ടുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഉണരാം, നമുക്ക് എഴുന്നേൽക്കാം, നമുക്ക് ഉണർന്ന് അയച്ചവന്റെ പ്രവൃത്തിയെ ചെയ്യാം. കർത്താവിന്റെ വേലയിൽ ശക്തമായി പ്രയോജനപ്പെടുന്ന വ്യക്തികൾക്ക് കഷ്ടതയുണ്ട്, അവർക്ക് വളരെ വളരെ കഷ്ടതയുണ്ട്, ഒരൊത്തിരി പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകണം. പക്ഷെ ഒരു കാര്യം സത്യമാ, നമ്മുടെ ഈ കൂടാരം പൊളിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ നിത്യത പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. എനിക്കും അടി കിട്ടിയിട്ടുണ്ട്, സുവിശേഷ വിരോധികളുടെ അടി എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്, എൻ്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും അടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങൾ പിന്മാറിയിട്ടില്ല, ഞങ്ങൾ പിന്മാറത്തില്ല. കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദർശനം സുരക്ഷിത സ്ഥാനങ്ങളിൽ സന്തോഷിച്ച് സുഖിച്ചിരിക്കുവാനല്ല, കഷ്ടപ്പെടുവാൻ. നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോ ഇരിക്കുന്നത് നല്ല ഒരു സ്ക്രീനിന്റെ ഒക്കെ മുൻപ്, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആണെന്ന് കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുക. സ്തോത്രം. പക്ഷെങ്കിൽ യാഥാർത്ഥ്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ വേല വളരെ വില കൊടുത്ത് ചെയ്യേണ്ടുന്ന ഒന്നാകും. നമ്മുടെ ആയുസ് വേഗം തീരാറായി. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സമയം നമ്മൾ നഷ്ടമാക്കി കളയാതെ അയച്ചവന്റെ പ്രവൃത്തിയെ ആമേൻ അവസാന ശ്വാസത്തോളം ശക്തമായി ചെയ്യുവാൻ ദൈവം കൃപ തരട്ടെ. യൗവനക്കാരെ ഉണർന്നെഴുന്നേൽക്കുക. സഹോദരി സഹോദരന്മാരെ, ദൈവദാസന്മാരെ, നമുക്ക് നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് കണ്ണുനീരൊഴുക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ. സ്വർഗീയ കൂടാരങ്ങൾ ഭൂമിയിലെല്ലായിടത്തും പണിയപ്പെടട്ടെ. കേരളത്തിലെല്ലായിടത്തും ദൈവത്തിന്റെ ആലയം, ആമേൻ, അത് ഉയരട്ടെ. കർത്താവിന്റെ നാമം അതിലൂടെ മഹിമപ്പെടട്ടെ. നമുക്ക് ദൈവത്തിന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ അവസരങ്ങൾ നമ്മൾ എങ്ങനെ ആമേൻ ചിലവഴിക്കുന്നു. ഒരുപാട് പ്രിയപ്പെട്ടവര് പ്രാർത്ഥിക്കുന്നത് കേവലം ജോലിക്കും വേലയ്ക്കും കൂലിക്കും അസുഖം മാറാനും പണമുണ്ടാക്കാനും വീടുണ്ടാക്കാനും വാഹനമുണ്ടാക്കാനും വിദേശത്ത് പോകുവാനും വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. എടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുവാൻ, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ കരയുന്നത്. പലരുടെയും വിഷയങ്ങൾ അതൊക്കെ തന്നെയാണ്, അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണെന്നറിയാം? അയച്ചവന്റെ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഉള്ള അവസരങ്ങൾ നഷ്ടമാക്കാതെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തയ്യാറാകുമോ? ഇതുവരെ അതിന് കഴിഞ്ഞില്ലായിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു വിധത്തിൽ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഈ ആയുസ്, നല്ല ചോരത്തിളപ്പുള്ള സമയം ആമേൻ കൊടുക്കുവാൻ കഴിയുമോ? തയ്യാറാകുമോ? ഒരു നിമിഷം കണ്ടു ദൈവത്തിന് തീരുമാനമെടുക്കും. കർത്താവെ, അങ്ങനെ അയക്കണമേ, അങ്ങനെ ഉപയോഗിക്കണമേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കാം. എത്ര പേര് പ്രാർത്ഥിക്കും? ഞങ്ങളെ കേൾക്കുന്ന യൗവനക്കാർ ഒരുപാട് പ്രിയപ്പെട്ടവർ യേശുവിന്റെ മുൻപാകെ കർത്താവെ എന്നെ അയക്കണമേ, എന്നെ ഉപയോഗിക്കണമേ. നമുക്കൊരു ഐ-കാർഡോ ID കാർഡോ സഭാഹോളോ പാഴ്സനേജോ വാഹനമോ ഒന്നുമില്ലെങ്കിൽ പോലും സുവിശേഷ വേല ചെയ്യാം. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് കർത്താവ് അരുളി ചെയ്തു. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവും മാത്രം. നിങ്ങളെ പട്ടിണിക്ക് ഇടുകയില്ല. നിങ്ങൾക്ക് കയറി കിടക്കുവാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ക്രമീകരണങ്ങളും എൻ്റെ കർത്താവ് തരും. കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ
ആമേൻ വെറും കൈയോട് വടക്കേ ഇന്ത്യയിലേക്ക് കയറി വന്ന് എൻ്റെ കർത്താവ് ആമേൻ എന്നോട് ഇന്ന് വരെ കൂടെ ഈ നിമിഷം വരെ കർത്താവ് എന്നോട് കൂടെ. സ്തോത്രം. ഭാഷ അറിയത്തില്ല, ദേശമറിയത്തില്ല, ആരെയും അറിയത്തില്ല. ആമേൻ. എങ്ങോട്ടെന്നില്ലാതെ ആമേൻ ഞാൻ യാത്ര പുറപ്പെട്ട ഒരു വ്യക്തിയാണ്. സ്തോത്രം. കർത്താവ് എന്നോട് കൂടെ ഇരുന്നു. എൻ്റെ അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. ഞാൻ നിങ്ങളോട് ആമേൻ ഒരു ആഹ്വാനം ചെയ്യുന്നു. സഹോദര സഹോദരി, കേരളത്തിന്റെ വടക്കേൻ ഗ്രാമങ്ങളിലേക്ക് ആമേൻ നമുക്ക് പോകാം. വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് നമുക്ക് പോകാം. സുവിശേഷത്തിന്റെ ആ ദീപശിവക നമുക്ക് ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ കർത്താവ് വരാറായി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ശോഭൻ രാജ് അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി, പ്രത്യേകിച്ച് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. സ്വർഗ്ഗീയ പിതാവേ, നല്ല ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളെ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ ശുശ്രൂഷകൾ കണ്ട് ആ കർത്താവിന്റെ സന്നിധിയിൽ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്ന പ്രിയ മക്കൾക്കായി പ്രത്യേകം ഈ പകൽ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അവരെടുത്തിരിക്കുന്ന തീരുമാനം അന്ത്യം വരെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഓടുവാൻ കർത്താവിന്റെ കൃപ അവരുടെ മേൽ പകർന്നിരിക്കുന്നതിനായി സ്തോത്രം. കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കമാണ്. കണ്ണുനീരോടെ വിതയ്ക്കുവാൻ, അർപ്പോടെ അത് കൊയ്തെടുക്കുവാൻ കർത്താവിന്റെ കരം ഇപ്പോൾ അങ്ങയുടെ അഭിഷക്തന്മാരെ തൊട്ടതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ലോകം അതിന്റെ അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവിന്റെ വരവേറ്റവും അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകൾ വളരെ വിശ്വസ്തയോടെ ചെയ്യുവാൻ, കർത്താവെ ആത്മാർത്ഥതയോടെ ചെയ്യുവാൻ, വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള ബോധ്യത്തോടുകൂടി ചെയ്യുവാൻ എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും ഇന്നത്തെ ദിവസം അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുകയാണ്. കർത്താവിന്റെ വേല ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ വേലയാണല്ലോ. ആമേൻ. എന്നാൽ നിന്ദകൾ ഉണ്ടെങ്കിലും, പരിഹാസങ്ങൾ ഉണ്ടെങ്കിലും, പട്ടിണി ഉണ്ടെങ്കിലും, ഒറ്റപ്പെടൽ ഉണ്ടെങ്കിലും കർത്താവ് ഞങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ഞങ്ങളുടെ അനുഭവങ്ങളിലൂടെ, ഞങ്ങളുടെ അഭിഷക്തന്റെ അനുഭവങ്ങളിലൂടെ, അടിയന്റെ അനുഭവങ്ങളിലൂടെ ഇന്ന് അങ്ങയുടെ ജനം കേട്ടിരിക്കുകയാണ്. ആ ദൈവത്തിന്റെ മഹത്വം എല്ലാ കുടുംബങ്ങൾക്കകത്തും ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലേക്ക്, രാജ്യത്തിന്റെ എല്ലാ ആമേൻ ഇടങ്ങളിലേക്ക് അങ്ങയുടെ ജനത്തെ ഈ ദിവസങ്ങൾ അയക്കുമാറാകണമേ. ഭൂമിയുടെ അറ്റത്തോളം അങ്ങയുടെ സാക്ഷികളാകുവാൻ അങ്ങ് ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ തന്നെ സുവിശേഷത്തിന്റെ വാതിലുകൾ നിന്റെ മക്കളുടെ മുമ്പിൽ തുറന്നു വരട്ടെ കർത്താവേ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ നിന്റെ മക്കളിലൂടെ നടക്കട്ടപ്പ. നിന്റെ വചനം അങ്ങനെ ഉറയ്ക്കപ്പെടട്ടെ ആ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ കർത്താവേ. അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ആമേൻ ആ വചനം ഉറയ്ക്കപ്പെടത്തക്കവണ്ണം കൃപാവരങ്ങളാൽ അങ്ങയുടെ ജനത്തെ ഇപ്പോൾ നിറയ്ക്കുന്നത് നിങ്ങൾ ആത്മാവിൽ കാണുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷം നിമിത്തം ആരെങ്കിലും ഏതെങ്കിലും വേദനകളിലായിരിക്കുന്നെങ്കിൽ ഇപ്പോൾ നിന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കണമേ. സുവിശേഷം നിമിത്തം ആരെങ്കിലും കർത്താവെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഇപ്പോൾ നിന്റെ അത്ഭുത കൈ അവരെ തൊടുന്നത് അടിയങ്ങൾ ആത്മാവിൽ കാണുകയാണ്. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഞങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ തലമുറ ഒരു അന്ത്യകാലത്തിന്റെ പ്രവാചകയായി മാറട്ടെ കർത്താവെ. സുവിശേഷം നിമിത്തം ആരെങ്കിലും ആമേൻ വീടോ ധനമോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 100 മടങ്ങ് അവരുടെ കൈകളിലേക്ക് ദൈവം മടക്കി കൊടുക്കുന്നത് അടിയങ്ങൾ ആത്മാവിൽ കാണുകയാണ്. ആമേൻ. ഈ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം മടങ്ങി വരുന്നത് അടിയങ്ങൾ ആത്മാവിൽ കാണുകയാണ്. ഹല്ലേലൂയ. വലിയൊരു ദൈവപ്രവൃത്തി എല്ലാ കുടുംബങ്ങളിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ മക്കളിലും വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി നന്ദി പറയുന്നു. അതിന്റെ ജീവന്റെ സാക്ഷ്യങ്ങൾ വരുന്ന ദിവസങ്ങൾ അങ്ങ് കേൾപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ബഹുമാനം മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ആമേൻ. വളരെ നന്ദി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ശോഭൻ രാജ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മകളും സാക്ഷ്യവും അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവദാസൻ ഈ കുടുംബത്തെ, ശുശ്രൂഷകളെ, പ്രവർത്തനങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതായ മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ കൂടി ആയിത്തീരും. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി
അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com